ഉൽപ്പത്തി പുസ്തകം 37 അതിൻ്റെ 3-ാമത്തെ വാക്യം. യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. മതി, കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗ നല്ല പിതാവേ, നല്ല കൃപയ്ക്കായി സ്തുതിക്കുന്നു, സ്തോത്രം ചെയ്യുന്നു. ഇന്ന് ദൈവം ഈ പ്രഭാതത്തിൽ കടന്ന എല്ലാ ദൈവമക്കളെ ഓർത്ത് പ്രാർത്ഥിക്കുകയാണ്. കടന്ന എല്ലാവരെയും അനുഗ്രഹിക്കണം. വരുവാൻ ആഗ്രഹിച്ച യാത്രയിലായിരിക്കുന്നവരെല്ലാവരെയും തക്ക സമയത്ത് എല്ലാവരെയും കൂട്ടി വരുത്തണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ ശബ്ദം കേൾക്കുന്ന ചാനലിലൂടെയും മീഡിയയിലൂടെയും മന്ന ടി വിയിലൂടെയും യൂട്യൂബിലും എല്ലാവർക്കും ഇതൊരു അനുഗ്രഹമാക്കി തീർക്കുവാൻ ദൈവം സഹായിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഇവിടെ ആയിരിക്കുന്ന ആലയത്തിലായിരിക്കുന്ന ദൈവമക്കൾക്കും ഇതൊരു വലിയൊരു അനുഗ്രഹമാക്കി തീർക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ഈ വചനം സംസാരിക്കുവാൻ അടിയന് കൃപയും ബലവും ശക്തിയും ദൈവം തരണമെന്ന് പ്രാർത്ഥിക്കുന്നു. അടുത്ത രക്തത്താൽ കഴുകി ശുദ്ധീകരിക്കണം. വചനത്തിന് വിരോധമായി, കേൾവിക്ക് വിരോധമായി വ്യാപരിക്കുന്ന സകല തടസ്സത്തെ ഞാൻ യേശുവിൻ്റെ നാമത്തിൽ ശാസിക്കുന്നു, സ്പർശിച്ച് മാറ്റുന്നു. കർത്താവേ, വചനത്തിൻ്റെ മർമ്മങ്ങൾ, ആഴങ്ങൾ വെളിപ്പെടണം. ഏതാത്മാവിലാണോ വെളിപ്പെട്ടത് അതേ ആത്മാവിൽ നിന്ന് സംസാരിക്കുവാൻ അതിന് കൃപ തരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. പരിശുദ്ധാത്മാവ് സംസാരിക്കണം. ഇന്ന് വന്നിരിക്കുന്ന ഓരോരുത്തരുടെ മേലും ആത്മാവ് ഇടപെടണം. എല്ലാവരും പ്രാർത്ഥനയോടായിരിക്കുവാൻ, കർത്താവേ എന്നോടൊന്ന് സംസാരിക്കണമേ എന്ന് പറയുവാൻ, വളരെ ആത്മഭാരത്തോടായിരിക്കുവാൻ ഓരോരുത്തരെയും ദൈവം ഒരുക്കണമേ എന്ന് ആരും അലസ്യമായിരിക്കാതെ വചനം കേൾക്കുമ്പോൾ മറ്റൊരു ചിന്ത വരാതെ മൊബൈലിലോ മറ്റൊരിലോ ചിന്തകൾ വിട്ട് ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കുവാൻ, ഒരു ദൈവ സാന്നിധ്യത്തിന് വേണ്ടി ആഗ്രഹിക്കത്തക്ക വണ്ണം ദൈവം എല്ലാവരെയും ഒരുക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. ശബ്ദം വെളിച്ചം എല്ലാം നിയന്ത്രിക്കണം. അവിടുന്ന് അധ്യക്ഷനായിരിക്കണം. ദൈവാത്മാവേ, അവിടുന്ന് സംസാരിക്കണമേ. അടിയനെ താഴ്ത്തുന്നു. തൃക്കരങ്ങൾ സമർപ്പിക്കുമ്പോൾ ഈ വചനം കർത്താവേ തൻ്റെ മക്കൾക്ക് വാഴ്ത്തി നൂർക്കി കൊടുക്കുമ്പോൾ ഇതിൻ്റെ മേലൊരു അനുഗ്രഹം ഉണ്ടാവണമെന്ന് പ്രാർത്ഥിക്കുന്നു. സകലതും യേശു ക്രിസ്തുവിന്റെ നാമത്തിൽ ആമേൻ. എന്താ ഒന്നുകൂടെ വായിച്ചു? യോസേഫ് വാർദ്ധക്യത്തിലെ മകനാകൊണ്ട് ഇസ്രയേൽ എല്ലാ മക്കളിലും വെച്ച് അവനെ അധികം സ്നേഹിച്ച് ഒരു നിലയങ്കി അവന് ഉണ്ടാക്കിച്ചു കൊടുത്തു. ഇസ്രായേൽ എന്ന് പറയുന്നത് ആരും നിങ്ങൾക്കറിയാം, യാക്കോബാണ്. എന്നുവെച്ചാൽ വാർദ്ധക്യകാലത്തിലെ മകനെന്ന് പറയുന്ന ആരെന്ന് ചോദിച്ചാൽ യോസഫാണ്. യാക്കോബിൻ്റെ വയസ്സാങ്കാലത്തുള്ള അവസാനത്തെ സന്തതിയാണ് ആരാണ്? യോസഫ്. അതുകൊണ്ട് അധികത്തിൽ എന്നുവെച്ചാൽ എല്ലാ മക്കളിൽ വെച്ച് ഒരു പ്രത്യേകത എന്നുവെച്ചാൽ ലാസ്റ്റ് മോനുണ്ട്, യോസഫിനുണ്ട്. ആദ്യം ഒരു പ്രത്യേക ഒരു സ്നേഹം, അപ്പൻ്റെ ഒരു പ്രത്യേക സ്നേഹം ആരുണ്ടായി? യോസഫിനുണ്ടായി. അതുകൊണ്ട് ആ മകന് അധികമായി സ്നേഹിച്ചിന് എല്ലാ മക്കളുണ്ടായിട്ടും മറ്റുള്ള മക്കൾ വ്യത്യസ്തമായി ആ അപ്പൻ എന്ന് പറയാ യാക്കോബ് ഒരു നിലയെങ്കി അവൻ ഉണ്ടാക്കി കൊടുത്തു. ആമേ, ഹല്ലേലൂയ. എന്ന 4-ാമത്തെ വാക്യം, അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അപ്പൻ തങ്ങളെ എല്ലാവരെക്കാളും അവനെ അധികം സ്നേഹിക്കുന്നു എന്ന് അവന്റെ സഹോദരന്മാർ കണ്ടിട്ട് അവനെ പകച്ചു. ദൈവമക്കളെ, ഇവിടുത്തെ അപ്പനാണെങ്കിൽ തൻ്റെ മകനൊരു പ്രത്യേക രീതിയിൽ കണ്ടതുകൊണ്ടും പ്രത്യേക രീതിയിൽ ഒരു നിലയങ്കി ഉണ്ടാക്കി കൊടുത്തിട്ടും എല്ലാ മക്കളിൽ എന്തുണ്ടായി? ഒരു അസൂയുണ്ടായി. അപ്പോൾ നമ്മൾ ഇന്നത്തെ കാലഘട്ടങ്ങളിൽ മക്കൾ 3 പേരുണ്ടെങ്കിലും 10 പേരുണ്ടെങ്കിലും അടി വാങ്ങിക്കുന്ന രീതിയിലൊന്നും ചെയ്യരുത്. അന്നത്തെ കാലങ്ങളിലൊക്കെ അഡ്ജസ്റ്റ് ചെയ്തൊക്കെ പോയി. ഇന്ന് അഡ്ജസ്റ്റ് ചെയ്യാൻ പറ്റൂല, ഇന്നൊന്നും ചെയ്യാൻ പറ്റൂല. കാര്യം എന്താണ്? അവരപ്പോഴും തന്നെ വാരി കെട്ടിക്കൊണ്ട് അപ്പോഴും തന്നെ ഇവിടുന്ന് ഇറങ്ങും. നിങ്ങൾക്ക് ഇവനോട് പ്രത്യേക ഒരു സ്നേഹം. എന്നാൽ ചിലത് കാര്യങ്ങൾ പ്രത്യേക രീതിയിലൊരു പരിഗണിക്കുമ്പോൾ ചില ബുദ്ധിമുട്ടുകൾ, മാനുഷ്യമായ മുറിവേൽക്കുന്ന അനുഭവങ്ങൾ അന്നത്തെ രീതിയിലുണ്ടായിരുന്നു, ഇന്നുമുണ്ട്. അന്ന് മാത്രമല്ല, ഇന്നും ഒരുവനെ ഒന്ന് മാറ്റി നിർത്തി ഒരുവനെ പ്രത്യേകിച്ച് പരിഗണിക്കുമ്പോൾ ആ ജീവിതത്തിലേക്ക് മക്കളെ എല്ലാവരും ഒരുപോലെ നോക്കിയാലും ചിലവർക്ക് എല്ലാവരും ഒരുപോലെയല്ല. അന്നുമല്ല ഇന്നുമല്ല, മക്കളും അങ്ങനെ തന്നെയാണ്. കുടുംബത്തിൻ്റെ കാര്യത്തിലായാലും അമ്മയുടെ കാര്യത്തിലായാലും മക്കളെ കാര്യത്തിലായാലും എല്ലാ കാര്യത്തിലും എല്ലാ പോലെ. കാര്യം പ്രത്യേകിച്ച് ഓരോരുത്തരും വ്യത്യാസങ്ങളുണ്ട്. ആ വ്യത്യാസത്തിനനുസരിച്ച് ലാസ്റ്റ് വാർദ്ധക്യമായൊരു മകനായതുകൊണ്ടും യോസഫാണ്ടും അവന് പ്രത്യേകമായൊരു പരിഗണന യാക്കോബ് കൊടുത്തു. അതുകൊണ്ട് സഹോദരങ്ങൾ അവനെ പകയ്ക്കുവാനിട വന്നു. വായിച്ചു. അവനോട് സമാധാനമായി സംസാരിപ്പാൻ അവർക്ക് കഴിഞ്ഞില്ല. അവന്റെ സമാധാനം നഷ്ടപ്പെട്ടു. സഹോദരങ്ങൾക്ക് സമാധാനം നഷ്ടം. ഇന്നലെ വരെയും
അനിയ 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 എന്ന് വിളിക്കുന്നുണ്ടെങ്കിൽ ആ സ്നേഹം പോയി. പിന്നെ സമാധാനമല്ല, ദേഷ്യം. പിന്നെ അങ്ങോട്ട് ദേഷ്യത്തിൻ്റെ രൂപങ്ങളായിരുന്നു സഹോദരന്മാർക്ക് തുടങ്ങിയത്. അവർക്ക് സമാധാനമായിട്ട് സ്നേഹത്തോടെ സംസാരിക്കുവാൻ അവന് കഴിഞ്ഞില്ല. യോസഫ് ഇങ്ങനെ ഇരിക്കുന്ന സമയത്താണ് അടുത്ത ദൈവ പ്രവൃത്തി വെളിപ്പെടുന്നത്. ആമേ ഹല്ലേലൂയ. അപ്പനിൽ നിന്നുള്ള അനുഗ്രഹം ഒരു നിലങ്കി അപ്പന് കൊടുത്തു. സഹോദരന്മാർ പകച്ചു നിൽക്കുന്ന സമയത്ത് അടുത്ത് ഒരു ദർശനം കാണുകയാണ്, ഒരു സ്വപ്നം കാണുകയാണ്. ആ സ്വപ്നം ഒന്ന് വായിച്ചേ. യോസേഫ് ഒരു സ്വപ്നം കണ്ടു. യോസഫ് ഒരു സ്വപ്നം കണ്ടു. അത് തന്റെ സഹോദരന്മാരോട് അറിയിച്ചതുകൊണ്ട് അവർ അവനെ പിന്നെയും അധികം പകച്ചു. സ്വപ്നം കണ്ടപ്പോ ഒന്നാതെ ഇപ്പോഴേ ഒരു പണി കിട്ടിയിരിക്കുകയാണ്. ഈ സ്വപ്നം ഒരു അനുഗ്രഹത്തിന്റെ സ്വപ്നം ആയതുകൊണ്ടും സഹോദരന്മാർക്ക് ഇഷ്ടപ്പെടുന്ന സ്വപ്നമല്ല. ഇന്ന് ദൈവമക്കളെ, കുടുംബത്തിനകത്ത് ഒരാളിന് ഒരു അനുഗ്രഹം ഒന്ന് കൂടുതൽ കിട്ടുമെന്ന് തോന്നിക്കഴിഞ്ഞാൽ കൂടുതൽ ശത്രുത്വം ഉണ്ടാകുവാൻ അവിടെ ഇടവരും. ആമേ ഹല്ലേലൂയ. എന്നാലും അപ്പനിൽ നിന്നുള്ളത് ഇപ്പോൾ ശത്രുത്വം ഉണ്ടായി. അടുത്ത സ്വപ്നം കൂടെ കണ്ടു. ഈ സ്വപ്നം കണ്ടിട്ട് നേരെ എന്ത് ചെയ്തു? ഓടിച്ചെന്ന് സഹോദരന്മാർ എന്നുവെച്ചാൽ വേദനയുടെ നടുവിൽ കുറെ കൂടെ വേദന കൂടുതൽ കടന്നു വരുവാൻ ഇടവന്നു. സ്വപ്നം കൊണ്ട് അത് സഹോദരന്മാർ അറിയിച്ചുകൊണ്ട് അവർ എന്താ സ്വപ്നത്തെക്കുറിച്ച് നമുക്ക് വിശദീകരിക്കണ്ടേ, സ്വപ്നം എന്താണെന്ന് കാണണ്ടേ. എന്നാൽ നമുക്ക് നോക്കാം. ആ സ്വപ്നത്തെ കണ്ട യോസഫ് സഹോദരന്മാരോട് പറഞ്ഞു. അവൻ അവരോട് പറഞ്ഞത് ഞാൻ കണ്ട സ്വപ്നം കേട്ടുകൊള്ളുവിൻ. നാം വയലിൽ കറ്റ കെട്ടിക്കൊണ്ടിരുന്നു. അപ്പോൾ എന്റെ കറ്റ എഴുന്നേറ്റ് നിവർന്നു. നിങ്ങളുടെ കറ്റകൾ ചുറ്റും നിന്ന് എന്റെ കറ്റയെ നമസ്കരിച്ചു. നിങ്ങളുടെ കറ്റകളെല്ലാം വാടിക്കുഴഞ്ഞ് ഇതാ കിടക്കണ്. തല ഉത്തര കിടക്കുമ്പോ എനിക്കുള്ള കറ്റ നിവർന്നു നിൽക്കുകയാണ്. എനിക്കുള്ള അനുഗ്രഹം നിവർ നിൽക്കുന്നവനെ തൊഴുവാൻ നിവർ നിൽക്കുന്നവനെ തൊഴുന്ന മറ്റുള്ള കറ്റകൾ ഈ കറ്റയെ തൊഴുതു. അപ്പോ യോസഫിന്റെ കറ്റ മാത്രം നിവർന്നിരിക്കുന്നു. സഹോദരന്മാർക്കും കറ്റയുണ്ട്. അനുഗ്രഹം എല്ലാവർക്കും ഒരുപോലെയാണ്. അനുഗ്രഹം എല്ലാവർക്കും ഉണ്ട്. കറ്റയുണ്ടോ? കറ്റയുണ്ട്. യോസഫിന്റെ കയ്യിലുണ്ടോ? യോസഫിന്റെ കയ്യിലുണ്ട്. പക്ഷെ യോസഫിന്റെ കറ്റ നിവർ നിൽക്കുമ്പോൾ സഹോദരന്മാരുടെ കയ്യിൽ നിന്ന കറ്റകൾ മറ്റുള്ള കറ്റയെ നമസ്കരിച്ചു. അവന്റെ സഹോദരന്മാർ അവരോട് പറഞ്ഞത് അവന്റെ സഹോദരന്മാർ അവനോട് നീ ഞങ്ങളുടെ രാജാവാകുമോ? നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദ്വേഷിച്ചു. എന്നാൽ ഒരു മൂത്തവർ ഇളയവനെ എന്നുവെച്ചാൽ ആദരിക്കുന്നുണ്ട്, ബഹുമാനിക്കുന്നുണ്ട്, നല്ല ഉയർച്ച വരുന്നുണ്ട്, എന്നുവെച്ചാൽ അതിൻ്റെ മേൽ നന്മ വരുന്നുണ്ട്. ഞങ്ങൾ നിങ്ങളുടെ അടിമയാകുമോ? നീ എന്നിൽ മേൽ രാജാവാകുമോ എന്നുള്ള ആ സ്വപ്നത്തിലൂടെ വാക്കുകൾ പറഞ്ഞപ്പോൾ സഹോദരന്മാർക്ക് വീണ്ടും ഇഷ്ടപ്പെട്ടില്ല. ഇതാർക്കും ഇഷ്ടപ്പെടില്ല. ജ്യേഷ്ഠൻ അനിയൻ എന്താണ്? രാജാവാകും. ജ്യേഷ്ഠൻ എന്താണ്? നമസ്കരിച്ച് നിൽക്കുന്ന അനുഭവം. അത് ഒരു കുടുംബത്തിലും ഇഷ്ടപ്പെടത്തില്ല. എവിടെയും മൂത്തവർ തന്നെയാണ് ഏറ്റവും നോക്കും. ഞങ്ങൾ ഏറ്റവും മുതിർന്നവർ തന്നെയാണ് ഏറ്റവും മുമ്പിൽ നിൽക്കാൻ. ഏത് വീട്ടിലും മൂത്തവർ തന്നെയാണ് മുമ്പിൽ നിൽക്കാൻ ആഗ്രഹിക്കുന്നത്. അത് മാനുഷ്യമായി. ഒരാവശ്യം വരട്ടെ, ചോദിക്കും കാരണവരെവിടെ? മുമ്പിലോട്ട് വാ. ഇന്ന് കാരണവർ മുമ്പിലോട്ട് നിൽക്കുമ്പോൾ ചിലപ്പോൾ അവരെ ക്വാളിറ്റിയോ വിദ്യാഭ്യാസമോ ഒന്നും അല്ല, ഒരു മൂത്ത പദവിയെ, മൂത്ത നിലവാരത്തെ, ആ കുടുംബത്തിനകത്തുള്ള മൂത്ത ഒരു വ്യക്തിയെ മുമ്പിലോട്ട് കൊണ്ടുവന്ന് ആ സമയം നിർത്തുമ്പോൾ ഏത് കാര്യത്തിന്, വിവാഹമായിക്കോട്ടെ മറ്റുള്ള ഏത് കാര്യമായിക്കോട്ടെ, മുമ്പിലോട്ട് വരുന്നത് സഹോദരന്മാരാണ്. എന്നാൽ ആ സ്ഥാനത്ത് ലാസ്റ്റ് ഇളയ സന്തതിയെ കാരണവരായിട്ട് മുമ്പിലോട്ട് കൊണ്ടുവരുമ്പോൾ ഞാൻ നിൽക്കേണ്ട സ്ഥാനത്ത് നീ കയറി നിന്ന് കഴിഞ്ഞാൽ ആർക്കും ഇഷ്ടപ്പെടില്ല. ഇന്ന് പലയിടത്തും അങ്ങനെയാണ് സംഭവിക്കുന്നത്. കാര്യം എന്താ? അവരുടെ ജീവിതത്തിലേക്ക്
ആമേ ദൈവം അവിടെ ദൈവ പ്രവൃത്തിക്ക് വേണ്ടി ദൈവം മാറ്റിമറിക്കുന്നത് ദൈവത്തിൻ്റെ ഹിതമനുസരിച്ചാണ്, മനുഷ്യൻ്റെ രീതിക്കല്ല. ഒരു മനുഷ്യർ കാരണവരെ നോക്കും, വലിയൊരു ചെറിയവരെ നോക്കും. ന്യായം ആര് പറഞ്ഞാലും നമ്മൾ കേൾക്കണം ദൈവമക്കളെ. അവിടെ മൂത്തവരെന്നല്ല, ഇളയവരെന്നല്ല, ആരുമല്ല. കാര്യം ആര് പറഞ്ഞ് ശരിയാവണമെന്ന് പറഞ്ഞാൽ അത് നമ്മൾ ആര് പറഞ്ഞാലും കേൾക്കണം. മനുഷ്യർ നോക്കും സ്വാഭാവികമായിട്ട്, അയ്യോ ഇത് മൂത്ത ആളാണല്ലോ, കുടുംബത്തിൻ്റെ മൂത്ത ആളാണല്ലോ, ഇനി അണ്ണൻ പറയട്ടെ. അണ്ണൻ പറയും പോലെ കാര്യങ്ങളൊക്കെ ശരി. അണ്ണൻ പറഞ്ഞ ശുദ്ധ മണ്ടത്തരമാണല്ല. അണ്ണൻ്റെ വായിൽ മണ്ടത്തരങ്ങളേ ഉള്ളൂ. ഈ അണ്ണൻ പറയണ മണ്ടത്തരങ്ങളെല്ലാം നമുക്ക് കേട്ടോണ്ടിരിക്കാൻ പറ്റുമോ? നമുക്ക് കേൾക്കാൻ പറ്റിയൊന്നുമില്ല അല്ലേ? എന്തൊരു കാര്യം അണ്ണ അന്തവും കുന്തവും ഇല്ലാതെ അടിച്ചുവിടുകയാണ്. അതുകൊണ്ടാ ദൈവം തെരഞ്ഞെടുക്കുന്നത്. മനുഷ്യൻ മുമ്പിലോട്ട് നിർത്താൻ ആഗ്രഹിക്കുമ്പോൾ ദൈവം നിർത്താൻ നോക്കുന്നത് നീ മാറ്റി നിർത്തുന്നവരെ അതേ മുമ്പിലോട്ട് നിർത്താൻ നോക്കുന്നത്. ദൈവത്തിന് മൂത്തതെന്നോ ഇളയതെന്നോ അല്ല. മനുഷ്യൻ ഏറ്റവും കൂടുതൽ മുമ്പിലോട്ട് പിടിച്ചു നിർത്താൻ നോക്കുമ്പോൾ ദൈവം നോക്കുന്നത് ദൈവത്തിന് ഹിതമുള്ളവനെയാണ് ദൈവം മുമ്പിലോട്ട് നിർത്തും. ഒരു കാര്യത്തിനായാലും ഏത് കാര്യത്തിനായാലും മനുഷ്യൻ്റെ തെരഞ്ഞെടുപ്പ് പോലെ അല്ല ദൈവം തെരഞ്ഞെടുക്കുന്നത്. മനുഷ്യൻ വേർതിരിക്കുന്നത് പോലെ അല്ല. മനുഷ്യനോ നമ്മൾ പുറമേ നോക്കും, ദൈവമോ അകമേ നോക്കുന്നു. എന്നാൽ മനുഷ്യമായ രീതിയിൽ നോക്കുമ്പോൾ, മറ്റുള്ള രീതിയിൽ നോക്കുമ്പോൾ, മറ്റുള്ളവരെ മാറ്റി നിർത്താൻ നോക്കുമ്പോൾ ദൈവം മുമ്പിലോട്ട് കൊണ്ടുവന്ന് ആർക്കും ഇഷ്ടപ്പെടാത്ത ഒരു കാര്യമാണ് ഇവിടെ സംഭവിക്കുന്നത്. ആർക്കുമല്ല, മനുഷ്യർക്ക് ആർക്കും, ഒരു കുടുംബത്തിനകത്ത് ആർക്കും ഇഷ്ടപ്പെടാൻ പറ്റില്ല. ഈ കാര്യം അംഗീകരിക്കാനേ പറ്റില്ല. ഒരു കാര്യം, എന്ത് കാര്യം വന്നാലും പറയും, വീട്ടിനകത്തുള്ള മൂത്തവനായ ഒരാളുണ്ടല്ലോ, അപ്പം കഴിഞ്ഞ അപ്പൻ്റെ സ്ഥാനം ആർക്കാണ്? ജ്യേഷ്ഠനാണ്, അല്ലെങ്കിൽ സഹോദരി ആയിരിക്കാം. ചിലപ്പോൾ ആരാണോ മൂത്തയാള് കാരണവർ പറയട്ടെ, കാര്യം പറയട്ടെ. പക്ഷേ ആ രീതിയിലേക്ക് വരുമ്പോൾ തിരിച്ച് വ്യത്യസ്തമായ രീതിയിൽ ഏറ്റവും ഇളയവനായ യോസഫിന് മേൽ ദൈവം അതിൻ്റെ മേൽ സ്വപ്നം കൊടുത്തു. ഈ സ്വപ്നം കണ്ടിട്ട് മിണ്ടാതിരുന്നെങ്കിൽ ജ്യേഷ്ഠന്മാർ ഇപ്പോഴേ പണി കൊടുത്ത് ഒതുക്കി വെച്ചിരിക്കുകയാണ്. സ്വപ്നം കൂടെ പറഞ്ഞപ്പോൾ, ജ്യേഷ്ഠ ഞാൻ ഒരു സ്വപ്നം കണ്ടു. അനിയ പറ, നിന്റെ സ്വപ്നമൊക്കെ പറ, ഞാൻ ഒന്ന് കേൾക്കട്ടെ. നമ്മൾ വയലിലായിരുന്നു ചേട്ടാ. ശരി, നമ്മളെല്ലാവരും വയലിലാണല്ലോ. നമ്മളെല്ലാവരും വയലിലായിരുന്നപ്പോൾ എല്ലാവരും കറ്റകളെടുത്തു. പക്ഷേ എല്ലാവരുടെ കറ്റകളുണ്ട്. പക്ഷെ എൻ്റെ കറ്റ മാത്രം നിവർന്നു നിൽക്കുന്നു. മറ്റുള്ള കറ്റെല്ലാം നമസ്കരിക്കുന്ന അനുഭവം. എന്നാൽ നീ ഞങ്ങളുടെ രാജാവാകുമോ? നമസ്കരിക്കുന്നതിന് തുല്യം രാജാകുമോ? നീ ഞങ്ങളുടെ അധിപതിയാകുമോ? നീ കാരണവരാകുമോ? നീ മൂത്തവരാകുമോ എന്നുള്ള അനുഭവത്തിലാണ് ഇവിടെ പറഞ്ഞത്. നീ ഞങ്ങളെ ഭരിക്കുമോ? വായിച്ചോ. നീ ഞങ്ങളെ വാഴുമോ എന്ന് പറഞ്ഞു. അവന്റെ സ്വപ്നങ്ങൾ നിമിത്തവും, അവന്റെ സ്വപ്നം നിമിത്തവും, അവന്റെ വാക്ക് നിമിത്തവും അവനെ പിന്നെയും അധികം ദോഷിച്ചു. അവൻ മറ്റൊരു സ്വപ്നം കണ്ടു. അവൻ വീണ്ടും സ്വപ്നം തുടങ്ങിയതേ ഉള്ളൂ, അടുത്ത് വീണ്ടും സ്വപ്നം കാണാൻ പോവുകയാണ്. ആര് സ്വപ്നം കണ്ട് ഉറങ്ങിപ്പോവരുത്. സ്വപ്നം കൃത്യമായിട്ട് സ്വപ്നം കാണേണ്ട സ്വപ്നം മാത്രമേ കാണാവൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അപ്പൊ വീണ്ടും ഒരു സ്വപ്നം കണ്ടു. തന്റെ സഹോദരന്മാരോട് അറിയിച്ചു, ഞാൻ പിന്നെയും ഒരു സ്വപ്നം കണ്ടു. സ്വപ്നം കണ്ടു. സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. അവൻ അത് അപ്പനോടും സഹോദരന്മാരോടും അറിയിച്ചപ്പോൾ അപ്പൻ അവനെ ശാസിച്ചു അവനോട് നീ കണ്ട സ്വപ്നം എന്ത്? ഞാനും നിന്റെ അമ്മയും നിന്റെ സഹോദരന്മാരും സാഷ്ടാംഗം വീണ് നിന്നെ നമസ്കരിപ്പാൻ വരുമോ എന്ന് പറഞ്ഞു. ആദ്യ സ്വപ്നം കണ്ടപ്പോ സഹോദരന്മാരടുത്ത് പറഞ്ഞു, അത് സഹോദരന്മാർക്കുള്ള സ്വപ്നമായിരുന്നു. രണ്ടാമത്തെ സ്വപ്നം കണ്ടപ്പോ സൂര്യനും ചന്ദ്രനും 11 നക്ഷത്രങ്ങളുമായി ഇവിടെ നമസ്കരിക്കുന്നു. എന്നെ നമസ്കരിക്കുന്നു, നക്ഷത്രങ്ങൾ എന്നെ നമസ്കരിച്ചു എന്ന് പറഞ്ഞു. ഇത് ചെന്ന് ആദ്യം അപ്പനോട് പറഞ്ഞു. നന്നായിരിക്കും, അപ്പനും അമ്മയും വന്ന് മോനെ സേവിക്കുമെന്ന് പറഞ്ഞാൽ ഒരിക്കലും അംഗീകരിക്കാൻ പറ്റാത്ത കാര്യമാണ്. ചില പറയും, ഒരിക്കലും ഞങ്ങൾ നിന്നെ ആശ്രയിക്കുന്നില്ല, നിന്റെ സഹായവും വേണ്ട, ഞങ്ങൾ മരിക്കേണ്ടി വന്നാലും നിന്റെ അടുത്ത് വരേയില്ല,
നിന്റെ വീട്ടിൽ വരികയില്ല, ഞങ്ങൾ നിന്നെ ആശ്രയിക്കുകയില്ല, നിന്റെ വീട്ടിൽ കിടക്കുകയില്ല എന്ന് പറയുന്ന അനുഭവത്തിലേക്ക്. എന്നാൽ അന്നത്തെ രീതിയൊക്കെ അങ്ങനെയാണ്. ഇന്നും ചില രീതി കാണും, ചിലവരെ മാറ്റി നിർത്തുന്ന അനുഭവങ്ങൾ. ആമേ, നീ ഞങ്ങളെ ഭരിക്കുമോ എന്ന്. ഞങ്ങളെ മാത്രമല്ല, നിന്റെ സഹോദരങ്ങൾ 11 പേര് നക്ഷത്രങ്ങൾ എന്ന് പറയുന്ന മക്കളാണ്. സൂര്യനും ചന്ദ്രൻ എന്ന് പറയുന്നത് അപ്പനും അമ്മയാണ്. അതാണ് സ്വപ്നത്തിലൂടെ വെളിപ്പെടുന്ന കാര്യം. ആമേ, പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ഇത് പറയുമ്പോൾ തന്നെ ദൈവമക്കളെ നിങ്ങൾ ആരാച്ചുകൊണ്ടേ, നിന്റെ കുടുംബത്തിനകത്തൊരു ദൈവ പ്രവൃത്തി സംഭവിക്കാൻ പോവുകയാണ്. ഒരു കുടുംബത്തിനകത്തൊരു ദൈവ പ്രവൃത്തിക്ക് വേണ്ടിയാ. ഇന്നലെ വരെയും മാറ്റി നിർത്തിയുടെ മേൽ, ഇന്നലെ വരെ വേണ്ടാന്ന് മാറ്റി നിർത്തി മോശമെന്ന് പറഞ്ഞെടുത്ത്, ഇന്നലെ വരെ വീട്ടിൽ കയറ്റാൻ കൊള്ളില്ല എന്ന് പറഞ്ഞെടുത്ത് ദൈവത്തിന്റെ പ്രവൃത്തി സംഭവിക്കാൻ പോകുന്നുണ്ട്. ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുന്നുണ്ട്. ഹല്ലേലൂയ. കാര്യം എന്താണ്? ദൈവം അതിന്റെ മേൽ അത്ഭുതം ചെയ്യാൻ പോകുന്നുണ്ട്. മാറ്റി നിർത്തുന്ന കുടുംബത്തിനകത്ത് എപ്പോഴും ആമേ, ദൈവം ഓരോരുത്തരെ തിരഞ്ഞെടുക്കുന്നത് നമ്മളെ രീതി അനുസരിച്ചല്ല, നമ്മൾ തിരഞ്ഞെടുക്കും പോലല്ല. സമൂഹം മാറ്റി നിർത്തി മൂത്തത് ഒരു പേരുണ്ട്, മൂത്തവൻ വരട്ടെ, ഇനി മൂത്തവൻ വന്നിട്ട് നമുക്ക് തിന്നാം, മൂത്തത് വന്നിട്ട് ഇനി പൊട്ടിക്കുക. എല്ലാം മൂത്തിരിക്കുന്ന അനുഭവങ്ങൾ. മനുഷ്യൻ മൂപ്പിക്കാൻ നോക്കുമ്പോൾ സ്വർഗം അതല്ല, തിരിച്ചു പിടിക്കും. ഇന്ന് എവിടെയെങ്കിലും മൂത്തതിന് വേണ്ടി മാറ്റി വെച്ചിട്ടുണ്ടെങ്കിൽ അതിന്ന് വ്യത്യസ്തമായ രീതിയിൽ ദൈവം ഇടപെടുന്നുണ്ട്. ഹല്ലേലൂയ. നിങ്ങൾ പ്രാധാന്യം കൊടുക്കലെന്നല്ല, ഏത് കാര്യത്തിനും ന്യായത്തിൻ്റെ മേൽ ന്യായമാണ് ദൈവം നോക്കുന്നത്. ഞാൻ നേരത്തെ പറഞ്ഞ കാര്യം ആവർത്തിക്കുന്നുണ്ട്. ഈ മൂത്ത വ്യക്തികളായാലും കൂടുതൽ മണ്ടത്തരങ്ങളെ പറയുള്ളൂ. മൂത്തവർ കൂടുതലും ആ മൂപ്പനുസരിച്ച്, ഞാനാണ് കുടുംബത്തിൻ്റെ ആദ്യത്തെ ആളെന്നും പറഞ്ഞിട്ട് പല കാര്യത്തിനും വേണ്ടി മൂപ്പിന് വേണ്ടി ചാടി വീഴും. 2 വാങ്ങിച്ചുകൊണ്ട് വീട്ടിനകത്തിരിക്കാൻ പറയും, എൻ്റെ മൂപ്പ് തീർന്ന് ഇനി നീ പോവാന്ന് പറയും. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. മനസ്സിലാവുന്നുണ്ടോ? ഇവിടെ മനുഷ്യമായ രീതിയിലൊക്കെ നമ്മൾ മൂത്തതിനെയൊക്കെ മാറ്റി നിർത്തുമ്പോൾ ദൈവം തിരഞ്ഞെടുക്കുന്നത് വേറെ രീതിയിലാണ്. ദൈവം സെലക്ട് ചെയ്യുന്ന ദൈവത്തിൻ്റെ രീതിയിലാണ്. മനുഷ്യൻ്റെ രീതിയിൽ സെലക്ട് ചെയ്യുമ്പോൾ ദൈവത്തിൻ്റെ രീതിയിൽ സെലക്ട് ചെയ്യുന്നുണ്ട്. ദൈവമക്കളെ മറക്കരുത്, ദൈവത്തിൻ്റെ സന്നിധിയിൽ ദൈവത്തിന് അറിയാം ആരിലൂടെയാണ് ദൈവം പ്രവർത്തിക്കാൻ പോണെന്ന്. ഇന്ന് സമർപ്പിച്ചു കൊടുക്ക്. ദൈവം നോക്കി ഹൃദയങ്ങളുടെ മേൽ ദൈവ സാന്നിധ്യം വ്യാപരിക്കുമ്പോൾ ഇന്ന് ഓരോരുത്തരുടെ മേൽ പകർന്നിരിക്കുകയാണ്. ദൈവത്തിൻ്റെ അത്ഭുതങ്ങൾ സംഭവിക്കാൻ പോവുകയാണ്. ഇന്ന് പറ, ഞാനൊരു യോസേഫാകുവാൻ, കർത്താവേ ഞാൻ നിന്റെ പൈതലാകുവാൻ, ഒരു ദൈവ പൈതലായി നിങ്ങൾ ശ്രമിക്കുമെങ്കിൽ ദൈവം നിങ്ങളോട് ഇടപെടുവാനിടവരും. ആമേൻ, ഹല്ലേലൂയ. എന്നാൽ ഇവിടെ സഹോദരന്മാർക്ക് ഇത് ഏറ്റവും കേട്ട അമർഷം തോന്നി. എന്നുവെച്ചാൽ ഈ വാക്ക് അപ്പനോട് പറഞ്ഞപ്പോൾ അപ്പനായി പോയില്ലേ, എന്ത് ചെയ്യാ? ചിലർ പറയും, നീ എൻ്റെ മോനായി പോയില്ലേ. എടാ, ഞാൻ എന്ത് ചെയ്യാൻ? ഞാൻ നിന്റെ അപ്പനും ആയിപ്പോയി, നീ എൻ്റെ മോനും ആയിപ്പോയി, എനിക്ക് കൊല്ലാൻ പറ്റുമോ? മുഖത്ത് നോക്കി ഇതൊക്കെ പറഞ്ഞ ഒരപ്പ സഹിക്കൂ. അതുകൊണ്ട് ഞാൻ അങ്ങ് ക്ഷമിച്ച് മനസ്സിൽ വെച്ചു. ചില അപ്പനും അമ്മയും മനസ്സിൽ വെച്ചപ്പോൾ, സഹോദരന്മാരങ്ങനെയൊന്നുമല്ല. അസൂയയുടെ വിത്ത് പൊട്ടിക്കഴിഞ്ഞാൽ അത് വളരും. അത് അസൂയയുടെ വിത്ത് പൊട്ടാതിരിക്കാൻ വേണ്ടി പ്രാർത്ഥിച്ചോളണം. അസൂയയുടെ വിത്തുണ്ട്. ഈ വിത്ത് പൊട്ടിയാൽ അത് കിളിർത്ത് കഴിഞ്ഞാൽ വലിയൊരു മരമായി തീരും. മരമായി കഴിഞ്ഞാൽ വെട്ടാൻ പറ്റത്തില്ല. അത് വരാതിരിക്കുവാൻ നമ്മൾ പ്രാർത്ഥിച്ചോളണം. ഹല്ലേലൂയ. ഒരാളൊരു അനുഗ്രഹം ഉണ്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ സ്തോത്രം പറയണം. അടുത്തൊരു ചേച്ചി ഒരു ചുരിദാർ ഇട്ടിട്ടുണ്ടെന്ന് പറയും, എവളെ ചുരിദാർ ഞാൻ ഇട്ടിരുന്നെങ്കിൽ കൊള്ളായിരുന്നു, ഇതേപോലെ അപ്പുറമായി. ചില വസ്ത്രത്തിൽ അസൂയുണ്ട്, ഒരുപാട് കാര്യത്തിലുണ്ട്, പല കാര്യത്തിലുണ്ട്. ഞാൻ പറയാതെ തന്നെ ഈ കേൾക്കുന്ന ചാനലിൽ കേൾക്കുന്ന നിങ്ങൾക്കെല്ലാം അറിയാം എവിടെയൊക്കെയാണെന്ന്. ഹല്ലേലൂയ. എവിടെയൊക്കെയാണെന്നും അതിനൊന്നും മാറ്റി ദൈവം തരുന്ന അനുഗ്രഹത്തിലേക്ക് നമ്മൾ ഒന്ന് കണ്ണുവെച്ച് ദൈവം തരുന്ന അനുഗ്രഹത്തെ ബ്ലസ് ചെയ്യുക. ആമേ, ദൈവം തരുന്ന അനുഗ്രഹത്തിലേക്ക് ഒരാളൊരു അനുഗ്രഹം ഉണ്ടായിക്കഴിഞ്ഞാൽ അതിൽ സന്തോഷിക്കുക. ആത്മീയ ജീവിതത്തിൽ, ക്രിസ്തീയ ജീവിതത്തിൽ ആമേ, ദൈവത്തെ ആരാധിക്കുന്ന, ആത്മാവിൽ സത്യത്തിലും ആരാധിക്കുന്ന ദൈവമക്കളെ ഒരാളൊരു അനുഗ്രഹം കിട്ടിക്കഴിഞ്ഞാൽ അതിന് നമ്മൾ സ്തോത്രം പറയുന്ന കാര്യം എന്താണ്? എൻ്റെ സഹോദരനാണ് കിട്ടിയിരിക്കുന്നത്, എൻ്റെ കൂടപ്പറപ്പനാണ് കിട്ടിയത്. ഇന്ന് ഇത് കുഴപ്പമാകുമ്പോൾ ആ സഹോദരൻ പറയും, ഇത് നാട്ടുകാർക്ക് കിട്ടിയെങ്കിലും കുഴപ്പമില്ലായിരുന്നു, യവനെ കിട്ടിയതാണ് എൻ്റെ ഉറക്കാൻ പോകാൻ കാര്യം. മനസ്സിലാവുന്നുണ്ടോ? ഈ സഹോദരൻ മൂത്ത ജ്യേഷ്ഠൻ പറയുകയാണ്,
ഇത് വേറെ ആർക്കും കിട്ടിയിരുന്നെങ്കിൽ എൻ്റെ ഉറക്കം പോവില്ലേ. യവന് കിട്ടിയത് കൊണ്ടും ഞാൻ അവനെ നമസ്കരിക്കുക, ഞാനും മാത്രമല്ല എൻ്റെ അപ്പനും അമ്മയും എൻ്റെ സഹോദരങ്ങൾ എല്ലാവരും ഇവൻ്റെ കാല് പിടിക്കാൻ വരുന്നുള്ള ഗതിയേട് നോക്കിക്കഴിഞ്ഞാൽ, ആ ഒരു കഷ്ടത അവൻ്റെ മുമ്പിൽ കുമ്പിട്ട് നിൽക്കുന്ന അനുഭവത്തേക്ക് വന്നു കഴിഞ്ഞാൽ എങ്ങനെ അസൂയ തോന്നാകും? ഒരു ശത്രുത്വം, അതിൻ്റെ മേൽ ശത്രുത്വം ഉണ്ടാകുകയാണ്. അതിനെയാണ് പറയുന്നത് അസൂയ. എന്നാൽ അപ്പനോ ഈ വാക്ക് മനസ്സിൽ സംഭരിച്ചു. 12-ാമത്തെ വാക്യം, അവന്റെ സഹോദരന്മാർ അപ്പന്റെ ആടുകളെ മേയ്പ്പാൻ ശേഖേമിൽ പോയിരുന്നു. ഇസ്രായേൽ യോസേഫിനോട് നിന്റെ സഹോദരന്മാർ ശേഖേമിൽ ആട് മേയ്ക്കുന്നുണ്ടല്ലോ, വരിക, ഞാൻ നിന്നെ അവരുടെ അടുക്കലേക്ക് അയക്കും എന്ന് പറഞ്ഞു. സ്വപ്നം കണ്ടിട്ട് അടുത്ത പരിപാടി എന്ന് പറയുന്നത്, എല്ലാ സ്വപ്നം കണ്ട് എല്ലാ കാര്യം സംഭവിച്ചു. അടുത്ത് തൻ്റെ സഹോദരന്മാർ ആടുകളെ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടു. ശേഖേമിൽ ആടുകൾ മേയ്ക്കുന്ന ജോലിയിൽ ഏർപ്പെട്ടപ്പോൾ അടുത്ത് അപ്പൻ ഇളയ മകനെ ഒരു ദൗത്യം ഏൽപ്പിക്കാൻ പോവുകയാണ്. വായിച്ചു. അവൻ അവരോട് ഞാൻ പോകാം എന്ന് പറഞ്ഞു. നീ സഹോദരന്മാരെ ചെന്ന് കാണാൻ വേണ്ടി പറയാണ്. നിന്റെ സഹോദര ശേഖേമിലുണ്ട് ആടുകളെ മേയ്ക്കുന്നല്ലോ. അവൻ അവരോട് നീ ചെന്ന് നിന്റെ സഹോദരന്മാർക്ക് സുഖം തന്നെയോ ആടുകൾ നന്നായിരിക്കുന്നുവോ എന്ന് നോക്കി വന്ന് വസ്തുത അറിയിക്കണം എന്ന് പറഞ്ഞു. ഹെബ്രോൻ താഴ്വരയിൽ നിന്ന് യോസഫിനെ അപ്പൻ സഹോദരന്മാരെ എവിടെ അയക്കുന്നു? ക്ഷേമം അന്വേഷിക്കുവാൻ. എന്ന് വെച്ചാൽ ആടുകളെ എന്ന് വെച്ചാൽ 1-2 അല്ല, ഒരു പറ്റമാടുകൾ. ഞങ്ങൾ നോർത്ത് ഇന്ത്യയിൽ പോകുമ്പോൾ അറിയാം, നമുക്ക് എണ്ണാനേ പറ്റൂല. അത്രത്തോളം ഉറുമ്പുകളെ എണ്ണാൻ പറ്റുമെങ്കിൽ നമുക്ക് എണ്ണാൻ പറ്റും. ഉറുമ്പിനേക്കാൾ അത്രത്തോളം. ആടുകൾ പോകുന്ന സമയത്ത് തന്നെയാണ് ഡെലിവറി നടക്കുമ്പോൾ ഞങ്ങൾ യാത്ര കണ്ട സമയമാണ്. ആടുകളിങ്ങനെ പറ്റത്ര പോകുന്നു, ഡെലിവറി നടക്കുന്നു, അല്പം കഴിയുന്നു, കുഞ്ഞഴിച്ച് നടക്കുന്നു, ഇങ്ങനെ ഡെലിവറി നടക്കുന്നു. എല്ലാം ഒരേ സമയത്താണ്. ഒരു പറ്റോന്ന് പറഞ്ഞാൽ എണ്ണാൻ പറ്റൂല. നമ്മളെ ഒരു വലിയൊരു മൈതാനത്തിൽ പോലും കൊള്ളാൻ പറ്റാത്ത വലിയ ആടുകൾ. എന്നുവെച്ചാൽ ഈ ആടുകളുമായിട്ട് പോയാൽ പെട്ടെന്ന് വരാൻ പറ്റൂല. എന്നുവെച്ചാൽ അതൊക്കെ ഒരു പരുവം വരെ എത്തി വളർന്ന് ആ രീതിയിൽ അവരെ നോക്കി സംരക്ഷിച്ച് ആടുകളെ മേയ്ക്കുന്ന ജോലിയാണ് സഹോദരന്മാർക്ക്. ഈ സഹോദരന്മാർ ക്ഷേമമായി സുഖമായി അന്വേഷിക്കാൻ വേണ്ടി ക്ഷേമം അന്വേഷിക്കുവാൻ തൻ്റെ അപ്പൻ യോസഫിനെ പറഞ്ഞയക്കുകയാണ്. എന്നാൽ വായിച്ചു എന്ന് അവർ പറഞ്ഞു. അങ്ങനെ യോസഫ് തന്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ചെന്നു ദോഥാനിൽ വെച്ച് കണ്ട് അവർ അവനെ ദൂരത്ത് നിന്ന് കണ്ടിട്ട് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്തു വരും മുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. ശ്രദ്ധിച്ചു കേക്ക്. സഹോദരന്റെ ക്ഷേമം അന്വേഷിക്കുവാൻ ഇളയവനായ യോസഫ് ആദ്യത്തെ സ്ഥലത്ത് പോയി കണ്ടില്ല. എന്നാൽ തിരിച്ചടുത്ത സ്ഥലത്തേക്ക് കണ്ടു. നമ്മളെ ഒരു വഴിക്ക് പോയി കഴിഞ്ഞാൽ വഴിയിൽ വെച്ച് കണ്ടില്ലെങ്കിൽ പറയും, ഞാൻ ഈ വീട്ടിൽ പോകണമെന്ന് കണ്ടതുമില്ല, അവരായി ആടായി കൂടായി മാടായി, എവിടെ പോയി എനിക്ക് കുഴപ്പമില്ല, ഞാൻ എൻ്റെ വീട്ടിൽ പോകണമെന്ന് പറയും. ഇല്ല, അപ്പനൊരു കാര്യം ഏൽപ്പിച്ചാൽ വിശ്വസ്തയോടെ ചെയ്യുവാൻ ആർക്കുണ്ടായിരുന്നു? യോസഫിനുണ്ടായിരുന്നു. ഒരു വിശ്വസ്തയോടെ. അതുകൊണ്ടാ യോസഫിനൊരു കാര്യം വിശ്വസ്തയോടെ ഏൽപ്പിക്കുകയാണ്. നിന്റെ സഹോദരന്മാർ അന്വേഷിക്കണം, ആടുകൾ സുഖമായിരിക്കുന്നോ, ക്ഷേമം അന്വേഷിക്കണം. എന്നാൽ പറഞ്ഞ സ്ഥലത്ത് ചെന്നപ്പോൾ കാണാത്തത് കൊണ്ട്, എന്നുവെച്ചാൽ യാത്രയാ, നടന്ന് അത്രത്തോളം യാത്ര ചെയ്തു. ആദ്യത്തെ സ്ഥലത്ത് കണ്ടില്ല. അടുത്തോടെ പറയുന്നു അടുത്ത സ്ഥലത്തേക്ക് അവർ പോകുന്നുണ്ട്. ഇത് കേട്ട് അവിടേക്ക് പോയപ്പോൾ എന്നാൽ ഈ സഹോദരന്മാർ ആടുമേക്കൽ ദൂരത്തുനിന്ന് കണ്ടു. പക്ഷെ വരുന്നത് ആരാ? നമ്മുടെ സഹോദരനായാലും ശത്രുവായിട്ട് കണ്ടു. നിന്റെ സഹോദരന് നീ ഇപ്പോൾ ശത്രുവായിട്ട് അന്ന് കണ്ട സ്വപ്നവും അന്ന് പറഞ്ഞ വാക്കും അവരെ ഹൃദയത്തിൽ കിടക്കുകയാണ്.
പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. അന്ന് പറഞ്ഞ വാക്കും അന്ന് പറഞ്ഞ സ്വപ്നവും ആരെ സഹോദരന്മാരുടെ ഹൃദയത്തിലേക്ക് കിടക്കുകയാണ്. അതുകൊണ്ടാണ് അവനെ ആദ്യമേ കണ്ടാൽ ഉടനെ പറഞ്ഞു അവനെ കൊല്ലുവാൻ വേണ്ടി ഒരു തീരുമാനമെടുത്തു. യവനെ എങ്ങനെയെങ്കിലും നശിപ്പിക്കണം, യവനെ എങ്ങനെയെങ്കിലും കൊല്ലണം എന്നവർ അവർ ചിന്തിച്ചു. വായിച്ചു. അതാ സ്വപ്നക്കാരൻ വരുന്നു. അടുത്ത പറയാ, സ്വപ്നക്കാരൻ വരുന്നു. വരുവിൻ, വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിൽ ഇട്ടുകളക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ എന്ന് തമ്മിൽ പറഞ്ഞു. അവർ തമ്മിൽ എന്നാൽ യവനെ കൊല്ലണം, യവനെ കൊന്നെന്ത് ചെയ്യണം? കുഴിയിലിടണം. കുഴി ഇട്ടിട്ട് വീട്ടിൽ ചെന്ന് അപ്പനോട് പറയാം, ഒരു ദുഷ്ടമൃഗം ഈ മകനെ തിന്നു കളഞ്ഞുവെന്ന് ഒരു കള്ളത്തരം പറയാം. നിന്റെ സ്വപ്നത്തെ കുഴിച്ചു മൂടുവാൻ നോക്കും. ദൈവ പൈതലെ, നിനക്കെന്ന ദർശനത്തെ, ദൈവം തരുന്ന ദർശനത്തെ പലരും ഇന്ന് കുഴിച്ചുമിടാൻ നോക്കുമ്പോൾ പലരും പറയും ഇപ്പോൾ തീർക്കാം, ഇപ്പോൾ കുഴിയിലിട്ട് മൂടാം എന്ന് പറഞ്ഞ് ശത്രുത്വം ഉണ്ടാകുമ്പോൾ നിനക്കെതിരായിട്ട് ശത്രു ചില കെണികൾ ഒരുക്കുന്നുണ്ട്. മനസ്സിലാക്കുക ദൈവ പൈതലേ, നിനക്ക് ദർശനമുണ്ടോ, നിനക്ക് വെളിപ്പാടുണ്ടോ, നിനക്ക് അത്രത്തോളം ദൈവ സാന്നിധ്യമുണ്ടെങ്കിൽ നിനക്കെതിരായിട്ട് ശത്രു കെണി ഒരുക്കുന്നുണ്ട്. ആദ്യത്തെ ശത്രുവായി തീരുന്നത് നിന്റെ വീട്ടുകാർ തന്നെയാണ് നിന്റെ ശത്രുക്കളായി തീരുന്നത്. ആമേ, ഹല്ലേലൂയ. നിന്റെ വീട്ടുകാർ തന്നെയാണ് നിനക്കെതിരായിട്ട് ആദ്യം തിരിയുന്നത്. ആമേ, നാട്ടുകാരല്ല, വീട്ടുകാർ തന്നെയാണ്. എന്നാൽ സഹോദരന്മാർ തൻ്റെ സഹോദരനെ, കൂടപ്പറപ്പിനെ, എന്നുവെച്ചാൽ ഒരമ്മയുടെ മകനായിരിക്കുന്ന മകനെ, ആ കൂട്ടത്തിലുള്ളവനെ കൊല്ലുവാൻ വേണ്ടി അവർ പദ്ധതിയിട്ടു. അവനെ കൊന്നുകളയണം, ഇവനെ ഇനി വെച്ചേക്കാൻ പാടില്ല, ഇവനെ നമ്മളെ നമസ്കരിച്ച് ഇവൻ നമ്മളെ രാജാവാകും, അതുകൊണ്ട് ഒരിക്കലും രാജാവാകാൻ പാടില്ല, ഇവൻ ഒരിക്കലും രാജാവാകാൻ പാടില്ല, ഇവനെ കൊന്നുകളയണം, ഇവനെ കൊല്ലണം, സ്വന്തം സഹോദരനെ കൊന്നുകളയണം. ആ പദ്ധതി അവർ സഹോദരങ്ങൾ തമ്മിൽ കൂടാലോചന ചെയ്തു. ആമേ, അവർ കൂടി എങ്ങനെ അവർ കൊന്ന് ഒരു കുഴിയിലേക്ക് അവനെ ഇട്ടുകളയണം, യോസഫിനെ കൊന്നുകളയണം എന്നവർ തീരുമാനമെടുക്കുകയാണ്. ദൂരെ നിന്ന് വന്നപ്പോഴേ തീരുമാനമെടുക്കുന്നു. ചില നിങ്ങൾക്കെതിരായി തീരുമാനമെടുക്കുന്നുണ്ട്, ഇവനെ കൊന്നുകളയണം. ആമേ, പല തീരുമാനങ്ങൾ എടുക്കുമ്പോൾ ആമേ അവർ ചില പദ്ധതികൾ അതിനകത്ത് ഒരുക്കുകയാണ്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ, ഹല്ലേലൂയ, ഹല്ലേലൂയ. എല്ലാവരും ഇല്ല. പ്രൈസ് ദി ലോർഡ്, നിങ്ങൾ കൂടെ ഡൗൺ ആയി പോകുന്നുണ്ട്. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. ആമേ, ഹല്ലേലൂയ. ഇപ്പം ആമേ വളരെ പ്രാർത്ഥനയോടെ വളരെ ജാഗ്രതയോടെ ആയിരിക്കുക. ഒരു സഹോദരനെ മറ്റു സഹോദരന്മാർ കൊല്ലുവാൻ പദ്ധതി ഒരുക്കുമ്പോൾ അവിടെ എന്താ ചെയ്യാൻ പോകുന്നത് നമുക്ക് നോക്കാം. യോസഫ് തൻ്റെ സഹോദരന്മാരെ അന്വേഷിച്ച് ദോനാലിൽ കണ്ടപ്പോൾ അവനെ ദൂരെ തണ്ടിന് അവനെ കൊല്ലേണ്ടതിന് അവൻ അടുത്ത് വരുന്നുമ്പേ അവന് വിരോധമായി ദുരാലോചന ചെയ്തു. അതാ സ്വപ്നക്കാരൻ വരുന്നു, വരുവിൻ, നാം അവനെ കൊന്ന് ഒരു കുഴിയിലിട്ട് കളയുക, ഒരു ദുഷ്ടമൃഗം അവനെ തിന്നുകളഞ്ഞു എന്ന് പറയാം. ആരോട് പറയാം? അപ്പനോട് പറയാം. വായിച്ചോ. അവന്റെ സ്വപ്നങ്ങൾ എന്താകുമെന്ന് നമുക്ക് കാണാമല്ലോ. കൊന്നുകളഞ്ഞാൽ സ്വപ്നം എന്താകുമെന്ന് നമുക്ക് കാണാം എന്ന് തമ്മിൽ അവർ പറഞ്ഞു. രൂബേൻ അത് കേട്ടിട്ട്, അതിലൊരു സഹോദരൻ രൂബേൻ അത് കേട്ടിട്ട്, നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞ് ഇതിനകത്തുനിന്ന് ഒരാളെങ്കിലും ദൈവം എഴുന്നേൽപ്പിക്കും. 11 പേരുണ്ടെങ്കിലും ഇതിനകത്തുനിന്ന് ഒരു വ്യക്തിയെ നിനക്ക് വേണ്ടി അനുകൂലമാക്കി ദൈവം മാറ്റും. 11 പേർ, 10 പേര് നിനക്ക് വിരോധമായി നിൽക്കുമ്പോൾ 11 പേരിൽ ഒരാളെ ദൈവം നിനക്ക് വേണ്ടി അനുകൂലമാക്കി മാറ്റും. 11 പേരുണ്ടായിട്ടും 10 പേര് ഒരുമിച്ചെന്ന് പറഞ്ഞു ഈ അവനെ കൊല്ലണം, കൊന്നിട്ട് ഒരു കുഴിയിൽ അങ്ങ് തള്ളണം. അപ്പൻ്റെ അടുത്ത് 10 പേര് പറഞ്ഞു നമുക്ക് ഒരുമിച്ച് പറയണം, ഒരു ദുഷ്ടമൃഗം ഇവനെ തിന്നുകളഞ്ഞു അല്ലെങ്കിൽ പിടിച്ചുകൊണ്ട് പോയി എന്ന് പറയാം എന്നവർ മനസ്സിൽ കണക്ക് കൂട്ടി യോസഫിനെ കൊല്ലുവാൻ പദ്ധതി ഒരുക്കിയപ്പോൾ, കൊല്ലാൻ വേണ്ടി പദ്ധതി ഒരുക്കിയപ്പോൾ സ്വർഗം അടുത്ത വ്യക്തിയുടെ ദൈവം ഇടപെട്ടു. നിനക്ക് ദർശനം തന്നത് ദൈവമാണ്, നിനക്ക് വെളിപ്പാടുന്നത് ദൈവമാണ്, മനുഷ്യനല്ല.
ദൈവമാണ് നിനക്കൊരു വെളിപ്പാട് തന്നിട്ടുണ്ടെങ്കിൽ, ഒരു ദർശനം ദൈവം നിനക്ക് തന്നിട്ടുണ്ടെങ്കിൽ, ദൈവ പൈതലെ നിനക്ക് വേണ്ടി ആ തന്ന ദൈവം അവിടെ ചില പ്രവൃത്തികൾ ചെയ്യും. നിങ്ങൾക്ക് ദർശനമുണ്ടോ? നിങ്ങൾക്ക് അത്രത്തോളം ദൈവത്തിലുള്ള ആത്മഭാരമുണ്ടോ? ദൈവം നിങ്ങൾക്കൊരു ദൂത് പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അല്ലെ ദൈവം നിങ്ങളെക്കുറിച്ചൊരു കാര്യം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അത് കൃത്യമായിട്ട് ചെയ്യും. ചില തടസ്സങ്ങൾ വരുന്നുണ്ട്. നിങ്ങളുടെ അനുഗ്രഹത്തിന് തടസ്സങ്ങൾ, ഇത് നടക്കാതിരിക്കാൻ ശത്രു നല്ലപോലെ ശ്രമിക്കുന്നുണ്ട്. നിങ്ങളുടെ അനുഗ്രഹം മുമ്പിൽ വരാതിരിക്കുവാൻ, നിങ്ങൾ മുമ്പിൽ വരാതിരിക്കുവാൻ, നിങ്ങളുടെ കുടുംബത്തിനകത്തൊരു വിടുതലെടുക്കാൻ കഴിയാതെ ശത്രു അത്രത്തോളം വെല്ലുവിളിക്കുന്ന ചില വിഷയങ്ങളുടെ മേൽ അത് മാറിപ്പോട്ടെ. കരമടിച്ച് ദൈവത്തെ ആരാധിച്ചേ, അത് മാറിപ്പോട്ടെ. ഒരു വിടുതലെടുക്കാൻ കഴിയാതെ ശത്രു വെല്ലുവിളിക്കുന്ന മണ്ഡലങ്ങളിൽ യേശുവിന്റെ നാമത്തിൽ മാറിപ്പോട്ടെ. 11 പേരുള്ളതിൽ ഒരു വ്യക്തിയെ രൂപേൻ അത് കേട്ടിട്ട്, നാം അവന് ജീവഹാനി വരുത്തരുത് എന്ന് പറഞ്ഞു. അവനെ അവരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചു. ഈ 11 പേരുടെ കയ്യിൽ നിന്നും ദൈവം അടുത്ത് രൂപേനോട് ഇടപെടുകയാണ്. യോസഫിനോട് ആരുണ്ട്? യോസഫിന്റെ കൂടെ ആരുണ്ട്? ദൈവമുണ്ട്. യോസഫെ, നീ ഒറ്റയ്ക്കായിരിക്കാം. നിന്റെ കുടുംബത്തിൽ 11 പേര് 12 ഉണ്ടെങ്കിലും ചിലപ്പോൾ നീ ഒറ്റയ്ക്കാണ്. നിങ്ങളെവിടെ 5 പേരുണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കാണ്. ആമേ, നിങ്ങളുടെ കുടുംബത്തിൽ 10 പേരുണ്ടെങ്കിലും നിങ്ങൾ ഒറ്റയ്ക്കാണ്. ഹല്ലേലൂയ. വചനം അങ്ങനെയാ പറയുന്നത്. 11 പേരുണ്ടായിട്ടും പക്ഷെ നീ 12ാമത്തെ ആളാ. ആമേ, ഹല്ലേലൂയ. ഞാൻ എൻ്റെ കുടുംബത്തിൽ 3ാമത്തെ ആളാ. 3 പേരാ. പലപ്പോഴും ഞാൻ ഒറ്റയ്ക്കാ. ഹല്ലേലൂയ. പലപ്പോഴും ഒറ്റയ്ക്കാ. അങ്ങനെയാണ് നിങ്ങൾ പലപ്പോഴും. എല്ലാവരും ഉണ്ടെങ്കിലും ചിലപ്പോൾ നിങ്ങൾ ഒറ്റയ്ക്കായിരിക്കും. പ്രശ്നങ്ങൾ വരുമ്പോൾ ഒരു കൂടപ്പറപ്പ് പോലും, ഒരു കൂടപ്പറപ്പ് നല്ലൊരു വാക്ക് പറയത്തില്ല. നിനക്കൊരു പ്രയാസം വന്നാൽ, നിനക്കൊരു വേദന വന്നാൽ ഒന്ന് ആശ്വസിപ്പിക്കുന്ന ഒരു നല്ലൊരു വാക്ക് ദൈവ പൈതലെ പറയത്തില്ല. കാര്യമെന്താണ്? എല്ലാവരും ഒറ്റക്കെട്ടാകുമ്പോൾ, പക്ഷെ അതിനകത്തൊരു ദൈവപ്രവൃത്തി ഉണ്ട്. അതിനകത്ത് ഒരു ദൈവപ്രവർത്തന കാര്യം എന്തെന്ന് പറഞ്ഞാൽ 11 പേരിൽ ഒരു വ്യക്തിയെ ദൈവം മാറ്റുകയാണ്. എല്ലാവരും യോസഫിന് എന്ത് ചെയ്യണം? യോസഫിന് വേറെ കുളിപ്പിച്ച് ഒരുക്കി നല്ല വസ്ത്രവും കൊടുത്ത് വിടാനല്ല, അവരെ തട്ടണം. ഒരു സഹോദരനെ കൊല്ലുവാണെന്ന് പറയുമ്പോൾ തന്നെ എന്തുമാത്രം അത്രത്തോളം വേദന, തിരിച്ചറിയാൻ പറ്റാത്ത കാലങ്ങൾ. മക്കൾ അപ്പനും അമ്മയ്ക്കെതിരായിട്ട് കര ഉയർത്തുമ്പോൾ, ഹല്ലേലൂയ, അപ്പനും അമ്മയും മക്കൾക്കെതിരായിട്ടും കര ഉയർത്തുന്നുണ്ട്. അങ്ങോട്ടും ഇങ്ങോട്ടും പ്രശ്നങ്ങളുടെ മേലെ നടക്കുമ്പോൾ മനസ്സിലാക്കണം, ആദ്യത്തെ കൊന്നുകളയാൻ തീരുമാനമെടുക്കുന്നത് ആരാ? അടുത്തത് സഹോദരങ്ങളാണ്. കുടുംബത്തിനകത്തൊരു അനുഗ്രഹം വരുമ്പോൾ മനസ്സിലാക്കണം, നിന്റെ സഹോദരൻ ഒട്ടും ഇഷ്ടപ്പെടത്തില്ല. നിന്നെ കൊല്ലാൻ വേണ്ടി പദ്ധതിയിടുന്നുണ്ട്. കുടുംബത്തിനകത്ത് വാർത്ത, ഈ വചനം കേൾക്കുന്ന ദൈവം നിനക്കൊരു ഉയർച്ച. നീ എല്ലാവരെക്കാട്ടി വ്യത്യസ്തമാണ്. നീ എന്താണ്? ദൈവം നിന്നെ പ്രത്യേകമായി തെരഞ്ഞെടുത്തൊരു യോസഫ് ആയതുകൊണ്ടാണ്. നിനക്ക് അപ്പനൊരു നിലയെങ്കി തന്നതുകൊണ്ടും, നിന്നെ സ്നേഹിച്ചതുകൊണ്ട്, സ്വർഗ്ഗം സ്നേഹിച്ചതുകൊണ്ട് നിനക്കൊരു അനുഗ്രഹം ഉണ്ടോ? ഒരു അസൂയയും കൂടെ വളരും. അനുഗ്രഹം ഉള്ളടുത്ത് അസൂയം വരും. അത് സ്വാഭാവികമാണ്, അല്ലെ? അനുഗ്രഹം ഉള്ളവന്റെ കൂടെ വളരുന്ന സാധനമാണ് അസൂയ. അതാണ് നെല്ലും വളരും, കളയും വളരും. പക്ഷെ അവസാനം ഒരുമിച്ച് ദൈവം പിഴുതെടുക്കും. അസൂയ എന്ന സാധനമാണ് കള. പക്ഷെ ദൈവം ഇത് വളരട്ടെ, വളർന്ന് സമയത്ത് ഇത് പിഴുതെടുക്കുന്നൊരു സമയമുണ്ട്. അവസാനം നെല്ലിനെ കളപ്പുറിലേക്ക് മാറ്റുമ്പോൾ കളയെ ദൈവം എന്ത് ചെയ്യും? തീക്കായി മാറ്റുന്ന അനുഭവമുണ്ട്. തീക്കായി മാറ്റുന്ന അനുഭവമുണ്ട്. ഇവിടെ സഹോദരങ്ങൾ തന്നെയാണ് തൻ്റെ സഹോദരനെ കൊല്ലുവാൻ വേണ്ടി പദ്ധതി ഇടുകയാണ്. സ്വന്തം സഹോദരനെ കൊന്നുകളയാ. എന്നാൽ അതിന് ഇടയിൽ നിന്നുകൊണ്ട് അടുത്ത ഒരു വ്യക്തിയെ, രൂബേലിനെ ദൈവം കയ്യിലെടുക്കുന്നു. ഇവനെ കൊല്ലാൻ പാടില്ല. അവിടെ ഒരു മാനസാന്തരത്തിലൂടെ ദൈവ ഭയം ആരിൽ വന്നു? രൂബേലിന് കടന്നു വന്നു. അവർ കൊന്നുകളയാന്ന് പദ്ധതിയിട്ട സമയത്ത് അടുത്ത് രൂബേന്റെ ഹൃദയത്തിനകത്ത് ദൈവം സംസാരിക്കുകയാണ്. ഈ മകനെ രക്ഷിക്കണം. സഹോദരന്മാർ പദ്ധതി ഇടുമ്പോൾ, മറ്റുള്ളവർ പദ്ധതി ഇടുമ്പോൾ
നിനക്കെതിരായിട്ട് പദ്ധതി ഇടുമ്പോൾ ദൈവം ചിലരുടെ കരത്തിലൂടെ പ്രവർത്തിക്കുന്നുണ്ട്. നിങ്ങൾക്കറിയില്ല എവിടെയാണ് എങ്ങനെയാണ് ശത്രു കെണി ഒരുക്കി വെക്കുന്നതെന്നും. പക്ഷെ നീ ദൈവത്തോടിരുന്നാൽ ദൈവം നിനക്ക് വേണ്ടി അനുകൂലമായി മാറുന്നുണ്ട്. ദൈവത്തോടിരിക്കണം. ഹല്ലേലൂയ. ദൈവത്തോടിരുന്നാൽ ദൈവം നിങ്ങൾക്ക് വേണ്ടി അനുകൂലമായി മാറുന്നുണ്ട്. രൂപേൻ പറഞ്ഞ എന്താണ് പറഞ്ഞേ? അവരുടെ കയ്യിൽ നിന്നും അവനെ വിടുവിച്ച് അവരുടെ കയ്യിൽ നിന്നും വിടുവിച്ചു അപ്പന്റെ അടുക്കൽ കൊണ്ടുപോകണമെന്ന് കരുതിക്കൊണ്ട് രൂപേൻ അവരോട് രക്തം ചൊരിക്കരുത്. രൂപൻ പറഞ്ഞു, ഇവര് ഈ 10 സഹോദരന്മാരുടെ കയ്യിൽ നിന്ന് വിടുവിച്ചുകൊണ്ട് അപ്പന്റെ അടുത്തേക്ക് തിരിച്ച് മടക്കി കൊണ്ടുപോകണമെന്ന് കരുതിട്ട് പറയാ, രക്തം ചൊരിയരുത്. നിങ്ങൾ അവന്റെ മേൽ കൈവയ്ക്കാതെ മരുഭൂമിയിലുള്ള ആ കുഴിയിൽ അവനെ ഇടുവിൻ എന്ന് പറഞ്ഞു. അവരെ മരണത്തിൽ നിന്ന് വിടുവിച്ചിട്ട് രൂപേലിന് അടുത്ത് വിടുവിച്ചിട്ട് പറയാണ്, നമുക്ക് കൊല്ലണ്ട, മരുഭൂമിയിൽ ഒരു കുഴിയുണ്ട്, അവിടെയും ഒരുക്കുന്നു. രൂപൻ നമുക്ക് കൊന്നുകളയണ്ട, യവനൊരു കുഴിയിലോട്ട്, മരുഭൂമിയിൽ ഒരു കുഴിയുണ്ട്, ആ കുഴിക്കകത്ത് ഇട്ടുവിൻ എന്ന് പറഞ്ഞു. യോസഫ് തന്റെ സഹോദരന്മാരുടെ അടുക്കൽ വന്നപ്പോൾ അവൻ ഉടുത്തിരിക്കുന്ന നിലയെങ്കി അവർ ഊരി അവനെ എടുത്ത് ഒരു കുഴിയിൽ ഇട്ടു. നോക്കിയോ, അപ്പൻ കൊടുത്ത നിലയെങ്കിക്ക് അസൂയ ഉണ്ടായിരുന്നു. അവനെ എങ്ങനെയെങ്കിലും അത് ഊരിയെടുക്കുവാൻ, ഒരു അനുഗ്രഹത്തെ തട്ടിയെടുക്കണമെന്ന് അപ്പൻ കൊടുത്ത നിലയെങ്കി തുടങ്ങിയ അസൂയാണ്. സ്വപ്നം കൂടെ കണ്ടപ്പോൾ അതിന് ഡബിളായി. എന്നാൽ അവനെതിരായിട്ട് അവനെ തട്ടിക്കളയണം. അപ്പന്റെ സ്നേഹം, അപ്പന്റെ അനുഗ്രഹം ഇവന് കൊടുക്കാൻ പാടില്ല. അവൻ സ്വപ്നം കണ്ടിരിക്കുന്നു, രാജാവാകുന്നു, പക്ഷെ ഞങ്ങളെ ഭരിക്കുമെന്നുള്ള ഭാരം അവൻ വന്നപ്പോൾ, ആദ്യത്തെ യോസഫ് അടുത്ത് വന്നപ്പോൾ അവന്റെ വസ്ത്രത്തെ അപ്പൻ കൊടുത്ത നിലയെങ്കിൽ അവർ ഊരിയെടുത്തു. സഹോദരന്മാർ ഊരിയെടുത്തു എന്ന് പറഞ്ഞ യേശു ക്രിസ്തുവിന്റെ ആ ക്രൂശീകരണത്തിന് മുമ്പേ യേശുവിന്റെ വസ്ത്രത്തെ ഊരിയെടുത്തു. ഒരു അനുഗ്രഹം, ഒരു വിടുതലിന് മുമ്പേ, അടുത്ത് തകർക്കാൻ പോകുന്ന മുമ്പേ കർത്താവായ യേശു ക്രിസ്തുവിനെ നിലയെങ്കി എടുത്തവര് ചീട്ടിട്ടു. ഊരിയെടുത്ത അനുഭവം യോസഫിനും ദൈവം ആദ്യം കൊടുത്ത അപ്പന്റെ നിലയെങ്കിൽ ആരൂരിയെടുത്തു? സഹോദരന്മാർ ഊരിയെടുത്തു. അത് നാട്ടുകാർ ഊരിയെടുത്താലും കുഴപ്പമില്ലായിരുന്നു, മറ്റുള്ളവർ ഊരിയെടുത്താലും കുഴപ്പമില്ലായിരുന്നു. സ്വന്തം കൂടപ്പറപ്പ് തന്നെയാണ് നിന്റെ നിലയെങ്കിൽ അടിച്ചു മാറ്റായിരിക്കുന്നത്. ശ്രദ്ധിച്ചോ, നിന്റെ അനുഗ്രഹത്തെ തട്ടിപ്പറിക്കുവാൻ. നിങ്ങൾ ഈ പ്രസംഗം കേൾക്കുമ്പോൾ വീട്ടിൽ ചെന്നിട്ട് ഇന്ന് പാസ്റ്റർ പ്രസംഗിച്ചത്, എടാ നീ എനിക്ക് എൻ്റെ അനുഗ്രഹം തട്ടിപ്പറിക്കും എന്നും പറഞ്ഞ ആ രീതി കാണരുത്. സഹോദരനായിട്ട് കൈ ഉയർത്തരുത്. നീ യോസഫായിരിക്കണം. നിന്നെ കുഴിയിലിടുമ്പോഴും നീ സ്തോത്രത്തോടെ നിന്നുകൊള്ളണം. ഈ യോസഫ് ക്ഷമയോടെ ഇന്നു അല്ലേ? യോസഫിനെ പിടിച്ച് നിലയെങ്കി ഊരിയെടുക്കുന്ന സമയത്ത് യോസഫ് ചാടിയോ? നീ കൊണ്ടുപോ. ആർത്തിയുള്ളവൻ അത്യാഗ്രഹിക്ക് വിട്ടുകൊടുത്തു. യോസഫ് അവനെ എടുത്തെന്ത് ചെയ്തു? കുഴിയിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു. നമ്മുടെ പൊട്ടക്കുഴിയായിരുന്നു. നമ്മള് മുറിഞ്ഞാലത്ത് പൊട്ടക്കുഴി എന്നാ പ്രസംഗിക്കണത്. അത് വെള്ളമില്ലായിരുന്നു. വെള്ളമില്ലാത്തത് കൊണ്ടും വെള്ളമില്ലാത്തതല്ല, എൻ്റെ ദൈവം വെള്ളം നേരത്തെ വറ്റിച്ച് നിർത്തിയിരുന്നു. യോസഫേ, നീ വീട്ടിൽ നിന്ന് ഇറങ്ങുമെന്നും നിനക്ക് വേണ്ടി കെണി ഒരുക്കുന്ന ദൈവം നേരത്തെ കണ്ടു. നിങ്ങൾക്കൊരു പ്രശ്നം വരുന്നത് ആദ്യം കൂട്ടിയല്ല, നിന്നെ കൊല്ലുവാൻ പദ്ധതിയിട്ട സമയത്തും ദൈവം അവിടെ നിനക്ക് വേണ്ടി ഒരു പൊട്ടക്കുഴി ഉണ്ടാക്കി വെച്ചിരുന്നു. ഹല്ലേലൂയ. വെള്ളം കയറ്റിയല്ല, മരുഭൂമി വെള്ളം കയറ്റിയല്ല, അത് നേരത്തെ എല്ലാവരും നിന്നെ തൂക്കുവാൻ വേണ്ടി നിന്നെ എല്ലാവരും കൂടി ഒരുമിച്ച് തൂക്കുവാ. നിന്റെ സഹോദരന്മാർ, നിന്റെ കരം, എല്ലാവരുടെ കരം നിനക്ക് വേണ്ടി വിരോധമായി മാറുന്നുണ്ട്. എല്ലാ സഹോദരൻ 11 പേരും കൂടെ തൂക്കിയെടുത്തു, പൊട്ടക്കുഴിയിലിട്ടുകൊണ്ടിട്ടു. അത് വെള്ളമില്ലാത്ത പൊട്ടക്കുഴിയായിരുന്നു. അവർ ഭക്ഷണം കഴിപ്പാൻ ഇരുന്നപ്പോൾ തല പൊക്കി നോക്കി,
അവർ ഭക്ഷണം കഴിപ്പാൻ ഇരുന്നപ്പോൾ തലപൊക്കി നോക്കി. ഗിലെയാദിൽ നിന്നും സാമ്പ്രാണിയും സുഗന്ധപ്പശയും സന്നിനായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രയീമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായേല്യരുടെ ഒരു യാത്രാക്കൂട്ടം വരുന്നത് കണ്ടു. വരുന്നതല്ല, ദൈവം അവിടെ കൊണ്ടുവരികയാണ്. നിന്നെ പൊട്ടക്കുഴിയിലോട്ട് തള്ളിയിടുമ്പോ ദൈവം അടുത്തൊരു ദേശത്തേക്ക് കൊണ്ടുപോകണമെങ്കിൽ ദൈവം അവിടെ സെറ്റ് ചെയ്യുന്നുണ്ട്. ചിലത് സെറ്റ് ചെയ്യുന്നുണ്ട്. ദർശനം കൊടുത്ത ദൈവം സ്വപ്നം കൊടുത്തിട്ടുണ്ടെങ്കിൽ ഈ സ്വപ്നം നിറവേറുക തന്നെ ചെയ്യും. സ്വപ്നമുണ്ടോ? വെല്ലുവിളിയും കൂടുതലാണ്. നിങ്ങൾക്ക് ദർശനമുണ്ടോ? വെല്ലുവിളിയും കൂടുതലാണ്. നിങ്ങൾക്ക് ദർശനമില്ല, അല്ല സ്വപ്നവുമില്ലെങ്കിൽ ഒരു കുഴപ്പമില്ല, ഇങ്ങനെയൊക്കെ തട്ടിയും മുട്ടിയും പോകാം. 11 സഹോദരന്മാർക്കും ദർശനവുമില്ല സ്വപ്നവുമില്ല, എന്നും അപ്പൻ്റെ ആടും മേച്ച് മരുഭൂമി കിടക്കാം. പക്ഷെ നീ ദൈവത്തോടിരുന്നാൾ ദൈവം നിന്റെ മേൽ പറഞ്ഞ ചില ദർശനങ്ങൾ വരും. ദൈവത്തിൽ അറിയുമ്പോൾ നീ ദൈവത്തിനോട് നിൽക്കുന്നുണ്ടെങ്കിൽ നിന്റെ മേൽ വാക്തത്വം വരും. ചില വാക്തത്വങ്ങൾ നിന്റെ മേൽ വരും. വെല്ലുവിളി കൂടുതലാണ്. അനുഗ്രഹത്തിന് മുന്നോടിയായി ചില വെല്ലുവിളികൾ വലുതായിരിക്കും. ആമേ, ഹല്ലേലൂയ. നമുക്ക് വെല്ലുവിളി ഉണ്ടെങ്കിൽ മനസ്സിലാക്കണം, അത്രത്തോളം അനുഗ്രഹത്തിന്റെ ഉയർച്ച വലുതാണ്. അനുഗ്രഹത്തിന്റെ ഉയർച്ച വലുതാണ്. വെല്ലുവിളി ഉള്ളിടത്ത് മാത്രമേ നമുക്ക് വളരാൻ പറ്റത്തുള്ളൂ. വെല്ലുവിളി ഇല്ലാത്തത് വളരാൻ പറ്റത്തില്ല. വെല്ലുവിളി ഉള്ളിടത്ത് മാത്രമേ സുവിശേഷം വളരത്തുള്ളൂ. പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. എന്നാൽ ദൈവത്തിന്റെ നിന്നും അടുത്ത് മരുഭൂമിയിൽ നിന്നുകൊണ്ട്, മരുഭൂമിയിൽ പൊട്ടക്കിണറിൽ നിന്ന് ആര് കിടക്കുന്നു? യോസേഫിനെ എടുത്തിട്ടു. എന്നാൽ സഹോദരന്മാർ തലപൊക്കി നോക്കി അടുത്ത ഒരു കൂട്ടർ വരികയാണ്. ദൈവത്തിന് നിന്നെ എല്ലാവരും കൂടെ ആമേ പൊക്കി, ആമേ നിന്റെ വീട്ടിനകത്തുള്ളവർ തന്നെയാണ്, എല്ലാവരും കൂടെ പൊട്ടക്കിണറിലേക്ക് എടുത്തിടും. അത് മറന്നു പോകരുത്. നിന്റെ കൂടെ നിൽക്കുന്നവർ തന്നെയാണ്, എല്ലാവരും കൂടെ നിൽക്കുന്ന സഹോദരങ്ങൾ തന്നെയാണ്. ആമേ, നീ ഒരു വിഷയം വരുമ്പോൾ നിനക്കൊരു പ്രശ്നം, ചില പറയും പള്ളി പോയിട്ടാണ് ഇത് വലിയ കുഴപ്പം സംഭവിച്ചത്. അതുപോലെ പറഞ്ഞാൽ നീ ബന്ധിക്കോസ് ആരാധനയ്ക്ക് പോയിട്ടാണ് കുഴപ്പം. ചില പറയും സ്നാനപ്പെട്ടിട്ടാണ് കുഴപ്പം. എല്ലാവരും നിനക്ക് വേണ്ടി വിരോധമായി മാറുന്നുണ്ട്. നിന്റെ കുടുംബത്തിനകത്ത് നീ ദൈവത്തെ അറിഞ്ഞ മുഖാന്തരം, അല്ല നീ ദൈവത്തെ ആരാധിക്കുന്ന മുഖാന്തരം നിനക്കെതിരെ പറയോ ഒരു കാരണം അവർ കണ്ടെത്താറുണ്ട്. ഹല്ലേലൂയ. ചില ഇത് കേൾക്കുമ്പോൾ മനസ്സിലാക്കണം, മറ്റാർക്കുമില്ലാത്തൊരു അനുഗ്രഹം നിനക്കുള്ളത് കൊണ്ടാണ്. നിന്റെ കുടുംബത്തിൽ ഒറ്റപ്പെടൽ വേദനിക്കുന്ന അനുഭവങ്ങൾ ഉണ്ടെങ്കിൽ ഇന്ന് ദൈവ പൈതൽ, ഈ ശബ്ദം കേൾക്കുന്ന ദൈവ പൈതലെ, ഞാൻ നിന്നോട് പറയുന്നു, ദൈവം വാക്തത്വം ചെയ്ത വാക്ക് മാറില്ല. അവൻ വലിയവനാണ്. നിങ്ങളെ എവിടെയൊക്കെ ഒതുക്കാൻ നോക്കുന്നുണ്ടോ? ഏതെല്ലാം മരുഭൂമിയിലാണ് ആദ്യത്തെ വീട്ടിനകത്ത് വെച്ച് ഒതുക്കാൻ നോക്കി, നടന്നില്ല. വീട്ടിനകത്ത് വെച്ച് തുടങ്ങി ഒതുക്കാൻ നോക്കി, മരുഭൂമിയിൽ കൊണ്ടുവന്നു. വീട്ടിനകത്ത് വെച്ച് നടക്കാത്തത് കൊണ്ട് അടുത്തെവിടെ വന്നു? മരുഭൂമിയിലോട്ട് വരികയാണ്. മരുഭൂമിയിൽ വെച്ച് കൊന്നുകളെ നിങ്ങളുടെ ജീവിതത്തിൽ മരുഭൂമിയുടെ അവസ്ഥയായിരിക്കാം. മരുഭൂമിയിൽ വെച്ച് നിങ്ങളുടെ ജീവൻ നഷ്ടപ്പെടുന്ന അവസ്ഥയാകാം. പക്ഷേ ദൈവം നിന്റെ കൂടെയുണ്ട്. ദൈവം കൂടെയുണ്ട്. നിന്നെ ദൈവം അറിയാതെ ഒന്നും സംഭവിക്കത്തില്ല. ഇന്ന് എന്തെങ്കിലും പ്രയാസം അനുഭവിക്കുന്നുണ്ടെങ്കിൽ, നിന്നെ എല്ലാവരും കൂടെ ചവിട്ടി താഴ്ക്കുന്നുണ്ടെങ്കിൽ നീ പറ, അത് നല്ലതാണ്. ഇന്ന് പറയൂല, അടുത്ത ലെവൽ വരെ പറയും. നീ ചവിട്ടിയത് നല്ലതാ, ജ്യേഷ്ഠ നല്ലതാ, അത് പറയുന്ന കാലം വരുന്നുണ്ട്. ആമേൻ, ഹല്ലേലൂയ. അന്ന് എല്ലാവരും കൂടെ ഒതുക്കി, അല്ലേ? സഹോദരങ്ങളെല്ലാം ഒറ്റക്കെട്ടായി ഒതുക്കണമെങ്കിൽ ദൈവം അറിയാതൊന്നും സംഭവിക്കത്തില്ല. നിനക്കെതിരായിട്ട് സഹോദരങ്ങൾ തിരിയണമെങ്കിൽ ദൈവം അറിഞ്ഞിട്ട് തന്നെയാണ്. അപ്പോൾ ചിലർ അയ്യോ, ഞാൻ ദൈവത്തെ അറിയുമ്പോൾ എന്നെ ഇത്രത്തോളം ഒതുക്കണോ, സഹോദരങ്ങൾ അവഗണിക്കണോ? അമ്മേ, സഹോദരങ്ങൾ അവഗണിക്കും. നിന്നെ അംഗീകരിക്കത്തില്ല, നിന്നെ തള്ളിപ്പറയും, നിനക്ക് ഒരു വിലയും കാണത്തില്ല. അന്ന് പപ്പട നീ പറയണം, എനിക്ക് ഇവിടുത്തെ ഒരു വിലയും വേണ്ട. ഞാൻ ഇന്നലെ പറഞ്ഞു, ഈ മുറിഞ്ഞ എനിക്ക് മുറിഞ്ഞ പാലത്തെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണ്ട. ഹല്ലേലൂയ. മുറിഞ്ഞ പാലത്തെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണോ? അല്ലെ ഈ തിരുവനന്തപുരത്തെ അല്ലെ കേന്ദ്ര സർക്കാരിന്റെ സർട്ടിഫിക്കറ്റ് എനിക്ക് വേണോ? എനിക്ക് ഇവിടുത്തെ ഒരു സർട്ടിഫിക്കറ്റ് വേണ്ട, സ്വർഗത്തിന്റെ സർട്ടിഫിക്കറ്റ് മതി.
ആമേ ഹല്ലേലൂയ. മാനുഷ്യമായ ഒരു സർട്ടിഫിക്കറ്റ് ആഗ്രഹിക്കരുത്. മനുഷ്യൻ മറ്റുള്ളവരെ തകർക്കാൻ നോക്കുമ്പോൾ, കുടുംബത്തിനകത്ത് വീട്ടിനകത്ത് തന്നെ യോസേഫിനെ ഒതുക്കാൻ നോക്കി. എന്നാൽ അവസാനം ഒരു അവസരം കാത്തിരുന്നു. സഹോദരന്മാർ പറഞ്ഞു, നമുക്ക് ഒരവസരം ഒത്തുകിട്ടിയ ഇവരെ തട്ടിക്കളയാം. ഒരവസരത്തിന് വേണ്ടി നിങ്ങളൊരു വീഴ്ച വരുമ്പോൾ നിങ്ങൾ എല്ലാവരുടെ ഒതുക്കാൻ വേണ്ടി കാത്തിരിക്കും. ഒരു വീഴ്ച വരുമ്പോൾ, നിങ്ങൾക്കൊരു പരാജയം വരുമ്പോൾ നിങ്ങൾക്ക് എല്ലാവരുടെ ഒറ്റക്കെട്ടായി നിൽക്കും. പക്ഷെ നിങ്ങൾ അവരെല്ലാവരും ഒറ്റക്കെട്ടായാലും നീ ദൈവത്തിൽ അറിഞ്ഞു, ദൈവത്തിൽ മുറുകെ പിടിച്ചോ. യേശു നിന്റെ കൂടെയുണ്ട്. കർത്താവായ യേശു നിന്റെ കൂടെയുണ്ട്. എല്ലാവരും ഒറ്റക്കെട്ടായാലും, ഞാൻ ഇന്ന് ആത്മീയയിൽ നിന്ന് വിളിച്ചു പറയാം, ആത്മഭാരത്തോടെ വിളിച്ചു പറയാം, എല്ലാ നാട്ടുകാരെല്ലാം ഒറ്റക്കെട്ടായിക്കോട്ടെ. ലോകം നിന്റെ ഒറ്റക്കെട്ടാവട്ടെ. നീ ഒറ്റയ്ക്കായിരിക്കാം. പക്ഷേ അവരെ കൂടെ ഇല്ലാത്ത ഒരു കർത്താവ്, അവരെ കൂടെ നിൽക്കാത്തൊരു യേശു നിന്റെ കൂടെ നിൽക്കും. ആമേ, നിന്റെ കൂടെ നിൽക്കുക. കാര്യം എന്താണ്? ആമേ, നീ ദൈവം നിന്നെ തെരഞ്ഞെടുത്തതാ. ദൈവം നിങ്ങളെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ, ആമേ, ഇസ്രായേല് യോസേഫിനെ തെരഞ്ഞെടുത്തിട്ടുണ്ടെങ്കിൽ ആ ദൈവത്തിന് അറിയോ, അവനെ പോറ്റുവാൻ. ഹല്ലേലൂയ, ആമേ, ഹല്ലേലൂയ. ദർശനം കൊടുത്തത് ദൈവം, ദർശനം പറഞ്ഞത് ദൈവം, ആമേ, സ്വപ്നം തന്ന ദൈവം. ആ ദൈവത്തിന് അറിയാം അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുവാൻ. നീ ഒന്ന് സമ്മതിച്ച് ഒരു യോസേഫിനെ പോലെ സമർപ്പിക്കാൻ പറ്റുമോ? ഒരു യോസേഫിനെ പോലെ പ്രതികരിക്കാതെ നിനക്ക് നിൽക്കാൻ പറ്റുമോ? നീ യോസേഫ് ആവണം. നീ ഒരു യോസേഫ് ആവുമെങ്കിൽ സ്വർഗം നിന്റെ മേൽ പ്രവർത്തിക്കും. ആമേ, നീ സമ്മതിച്ചു കൊടുക്കണം. സഹോദരന്മാർ പിടിച്ചു കെട്ടി രണ്ട് കൈയും നിന്നു കൊടുക്കണം. നീ എന്നെ പിടിച്ചു കെട്ടിയിട്. ഇന്നത്തെ യോസേഫ് ആണെങ്കിൽ പറയും, നീ എന്നെ പിടിച്ചു കെട്ടാൻ പറയും, നിന്നെ പിടിച്ചു കെട്ടി പൂട്ടി ഞാൻ തള്ളിയിടും. നിങ്ങൾ 11 വരെ തന്നെ ഒരു കല്ലെങ്കിലും എടുത്തെറിയും. അല്ലെങ്കിൽ മരുഭൂമിയാണ്, മണലെങ്കിലും വാരി മുഖത്തെറിയും, എറിഞ്ഞിട്ട് ഓടും അല്ലേ, എന്തെങ്കിലുമൊക്കെ ചെയ്യുമായിരുന്നു. പക്ഷെ വാഗ്ദത്തമുള്ള യോസേഫ് ദൈവം കൂടെ ഇരുന്നത് കൊണ്ട്, ദൈവം കൂടെ ഇരിക്കണം. കർത്താവ് യേശു കൂടെ ഇരുന്നു കഴിഞ്ഞാൽ അവിടെ പ്രതികരിക്കത്തില്ല. നിങ്ങൾ എന്തെങ്കിലും പ്രശ്നങ്ങൾ കണ്ട് നടന്നു പോകുന്നുണ്ടെങ്കിൽ, നിങ്ങളുടെ ജീവിതത്തിൽ എന്തെങ്കിലും പ്രശ്നങ്ങളാണെങ്കിൽ, നീ പ്രാർത്ഥനയോടെ ഇരുന്നാൽ മതി, സ്തോത്രത്തോടെ നിന്നാൽ മതി. നിനക്ക് വേണ്ടി പ്രതികരിക്കുന്ന ഒരു കർത്താവ് നിന്റെ കൂടെ നിൽക്കും. നിന്റെ കൂടെ ദൈവം കൂടെ നിൽക്കും. കാര്യം ഒന്നെന്നറിയാമോ? ആമേ, ഹല്ലേലൂയ. പ്രതികരിക്കേണ്ട സമയത്തെ പ്രതികരിക്കാവൂ. കുടുംബത്തിനകത്തായാലും പ്രതികരിക്കേണ്ടത് പ്രതികരിക്കണം. ചില സമയത്തൊക്കെ എൻ്റെ ചാടി അങ്ങ് വരും. ഈ വചനം കേൾക്കുന്ന ദൈവമക്കളെ, നിങ്ങൾക്കെതിരായിട്ട് ശത്രു അടിക്കുമ്പോൾ കുടുംബത്തിനകത്ത് കയറി വാഗ്ദത്തമുള്ളവൻ, അനുഗ്രഹമുള്ളവൻ, ദൈവ വിളിയുള്ളവൻ, ദൈവത്തിൻ്റെ വിളിയുള്ളവന് പ്രതിസന്ധി കൂടുതലാണ്, കഷ്ടത കൂടുതലാണ്. ഞാൻ വിളിച്ചു പറയും. കാര്യം എന്താണ്? അത് ആ കഷ്ടയുടെ നടുവിലൂടെ കയറി വന്നേലേ പറ്റൂ. ആ വേദന സഹിച്ചേ പറ്റുള്ളൂ. വാഗ്ദത്തം കൂടുതലാണെങ്കിൽ അതിൻ്റെ മേൽ കഷ്ടതയും കൂടുതലാണ്. പക്ഷെ ദൈവം പറഞ്ഞിട്ട് മാറി നിൽക്കത്തില്ല, നിന്നെ ചേർത്ത് പിടിച്ചിരിക്കുക. കഷ്ടയുടെ നടുവിൽ നിന്നുകൊണ്ട് നീ ഒരു കഷ്ടത സഹിക്കുമ്പോ എന്റെ ദൈവം മാറി നിന്ന് ചിരിക്കുന്ന ദൈവമല്ല. ആമേൻ. കഷ്ടത വരുമ്പോഴേ ദൈവം നിനക്കൊരു കഷ്ടത തന്നിട്ട് മാറി നിന്ന് കൈയടിച്ച് ചിരിക്കുന്ന ദൈവമല്ല, നിന്നെ ചേർത്ത് പിടിക്കുക. കഷ്ടയുടെ നടുവിൽ ആമേ, ചേർത്ത് പിടിക്കും. ഞാനത് അനുഭവിക്കുന്നുണ്ട്. ആ ഫീലിംഗ് ഞാൻ അനുഭവിക്കുന്നുണ്ട്. വേദന കണ്ണുനീരിന്റെ അനുഭവത്തിലും, ഞാൻ കരയുന്ന വീണ സമയത്തും, തകർന്നു പോകുന്ന അനുഭവത്തിലും എൻ്റെ അപ്പ എന്നെ ചേർത്ത് പിടിച്ചിട്ടുണ്ട്. കാര്യം എന്താണ്? നീ വാഗ്ദത്തമുള്ളവനാ, നീ വാഗ്ദത്ത സന്തതിയാ. നീ ഇപ്പൊ പ്രതികരിക്കണ്ട, പ്രതികരിക്കേണ്ട സമയമുണ്ട്. മോനെ നീ പ്രതികരിക്കണ്ട, നീ ഇപ്പൊ സഹിച്ചേ പറ്റൂ. ക്രൂശിക്കുന്ന സമയത്തും വേദന കൊണ്ട് സഹിച്ചു യേശു. പ്രതികരിച്ചോ? പ്രതികരിച്ചില്ല. ഇന്ന് നിങ്ങൾ പ്രതികരിക്കാതെ ദൈവത്തിന് വേണ്ടി പ്രതികരിക്കാൻ വേണ്ടി വിട്ടുകൊടുക്കണം. നിങ്ങളെ കുടുംബത്തിനകത്തായാലും പുറത്തായാലും നിങ്ങൾ ദൈവനാമത്തിന് വേണ്ടി, ദൈവം പറഞ്ഞിട്ടാണ് ഒരു കഷ്ടത സഹിക്കുന്നുണ്ടെങ്കിൽ, ദൈവം പറഞ്ഞിട്ടാണ്, ദൈവം അറിയാതെ സംഭവിക്കില്ല. ദൈവം പറഞ്ഞിട്ടാണ് ഒരു കഷ്ടത സഹിക്കുന്നുണ്ടെങ്കിൽ ദൈവം നിങ്ങളെ ചേർത്ത് പിടിക്കും.
ദൈവം പറഞ്ഞിട്ടല്ലാതൊരു കഷ്ടത സഹിക്കണമെങ്കിൽ അത് നിങ്ങൾ കാരണമാണ്, അടി വാങ്ങിക്കാൻ ന്യായമാണ്. അത് ദൈവത്തെ കുറ്റം പറയരുത്. ഹല്ലേലൂയ. പക്ഷേ വാഗ്ദത്തത്തിലൂടെ അനുഗ്രഹത്തിലേക്ക് വരുമ്പോ, ദൈവം നിന്നെ ഒരു അനുഗ്രഹത്തിലേക്ക് കൊണ്ടുവരുമ്പോ, ഒരു പ്രയാസം വരുമ്പോ, ഒരു ബുദ്ധിമുട്ടിലേക്ക് വരുമ്പോ ദൈവം നിന്നെ ചേർത്ത് പിടിക്കാറുണ്ട്. കാര്യം എന്താണ്? ദൈവം മാറി നിന്നുകൊണ്ട് ചിരിച്ചുകൊണ്ടിരിക്കുന്ന ദൈവമല്ല. ആ സമയത്തും പ്രതികരിക്കാതെ നീ മൗനമായിരിക്കണം. മൗനമായി എന്തായിരിക്കണം? പ്രാർത്ഥനയോടെ ഇരിക്കണം, സ്തോത്രത്തോടെ ഇരിക്കണം. വേദന നടുവിൽ സ്തോത്രത്തോടെ മൗനതയല്ല, നിന്റെ ഹൃദയത്തിനകത്ത് ദൈവത്തെ സ്തുതിച്ചുകൊണ്ടിരിക്കണം. ഹല്ലേലൂയ. എന്നാൽ എല്ലാവരും കൂടെ യോസേപ്പിന് അടുത്ത് ഒതുക്കം മരുഭൂമിയുടെ നടുവിലേക്ക് വന്ന സമയത്തും യോസേപ്പ് ഒന്നും പ്രതികരിച്ചില്ല. ഇപ്പോൾ യോസേപ്പിനോട് ചോദിച്ചു കഴിഞ്ഞാൽ യോസേപ്പ് പറയും, ഞാൻ പ്രതികരിക്കേണ്ട സമയമല്ല, ഇപ്പം താഴ്ത്തി കൊടുക്കേണ്ട സമയമാണ്. ആമേ. ഇപ്പോൾ സഹോദരന്മാരെ ഇഷ്ടങ്ങൾക്ക് വേണ്ടി ഈ എല്ലാവരും ഒരുമിച്ച് നിന്ന് 11 സഹോദരന്മാർ ഒറ്റക്കെട്ടായി നിന്നാൽ ഒരു വ്യക്തിയെ എന്ത് വേണോ ചെയ്യാം. പീസാക്കാം, അല്ലേ? വേണമെങ്കിൽ ഒരു 100 പൊതിയാക്കാം, കഷ്ണമാക്കാം. പക്ഷെ ആ സ്ഥാനത്ത് എല്ലാവരും ഒരുമിച്ച് നിന്നുകൊണ്ട് തൂക്കി പൊട്ടക്കുഴിയിലോട്ട് ഉയർത്തിയെറിയണമെങ്കിൽ, ആ പൊട്ടക്കിണലോട് വലിച്ചെറിയണമെങ്കിൽ എല്ലാവരും ചെയ്ത ഒരേ പ്രവൃത്തി 11 നക്ഷത്രങ്ങൾ അതിനകത്തുണ്ട്. ഇതാ 11 നക്ഷത്രങ്ങളും യോസേപ്പിന്റെ രണ്ടാമത്തെ സ്വപ്നം. 11 നക്ഷത്രങ്ങളും എന്നെ നമസ്കരിക്കുന്നുണ്ട്. ഈ 11 നക്ഷത്രങ്ങളും തന്നെയാണ് തൂക്കി പൊട്ടക്കല്ലോട്ട് എറിഞ്ഞത്. എന്നാൽ അവിടെ പൊട്ടക്കല്ലോട്ട് എടുത്തെറിയുമ്പോൾ ദൈവം അതെല്ലാം നേരത്തെ കണ്ടിരുന്നു. നിനക്കൊരു പൊട്ടക്കൻ്റെ അവസ്ഥ വരുമെന്നും മരുഭൂമിയുടെ അവസ്ഥ വരുമെന്നും അതിനകത്ത് എങ്ങനെയൊക്കെ സെറ്റ് ചെയ്യണമെന്നും. പൊട്ടക്കരൻ്റെ അവസ്ഥ അറിയാലോ. അകത്തോട്ട് പോകുമ്പോൾ പാമ്പ് കാണും, തേള് കാണും, പഴുതാര കാണും, നിങ്ങൾ ഭയപ്പെടുന്ന എല്ലാ സകലതരത്ത് കാണും. പിന്നെ ഏറ്റവും നല്ല സുഗന്ധമായിരിക്കും. നാറ്റത്തിൻ്റെയും മൂക്കുപോത്ത അനുഭവത്തിൽ ഭയത്തിൻ്റെ മരണം അതിനകത്ത് പതിയിരിപ്പുണ്ട്. ദൈവമക്കളെ, അതിനകത്ത് എന്തിരിപ്പുണ്ട്? മരണം പതിയിരിപ്പുണ്ട്. അതിനകത്തെടുത്ത് എറിഞ്ഞത് ഇവൻ എങ്ങനെയെങ്കിലും നശിച്ചാൽ മതി, ഒരിക്കലും കരയിൽ വരാൻ പാടില്ല, പുറത്ത് വരാതിരിക്കുവാനാണ് പൊട്ടക്കരലോട്ട് എറിഞ്ഞത്. ചിലർ കണ്ടില്ലേ? ചില കിണറുകൾ വറ്റിക്കുമ്പോൾ അസ്ഥിക്കൂടങ്ങൾ കണ്ടില്ലേ? ചില കിണറുകൾ വറ്റുമ്പോൾ അസ്ഥിക്കൂടങ്ങളും പലതും കാണുന്നുണ്ടെങ്കിൽ പലതും ആരോ അറിയാതെ ഇരുട്ടത്തും പകരത്തും വലിച്ചെറിഞ്ഞ അനുഭവങ്ങളാണ് ഉയർന്നുകൊണ്ടിരിക്കുന്നത്. ആമേ. ഹല്ലേലൂയ. യോസേപ്പിനെ കൊല്ലാൻ വേണ്ടി കൈ കൊണ്ട് കൊല്ലണ്ട, ചിലർ കൈ കൊണ്ടത് പിടിച്ചെന്നത്, ചില ട്രെയിൻ ഓടുന്ന ട്രെയിനെ തള്ളിയതുപോലെ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞ സഹോദരന്മാർ. എന്നിട്ട് അവർ മാറി നിന്നു. എന്ത് സംഭവിക്കുന്നെന്ന് മറ്റുള്ളവർ നിനക്ക് വന്ന ആപത്തിനെ നോക്കി മറ്റുള്ളവരെ തള്ളി കിട്ടിട്ട് മാറി നിൽക്കുന്ന അനുഭവങ്ങൾ എന്ന് വിളിച്ചു പറയുന്നു. ദൈവമേ, നിനക്കൊരു അനർത്ഥം വരുമെന്ന്, നിനക്കൊരു കഷ്ടത എന്താണെന്ന് അത് കാണാൻ വേണ്ടി പലരും ആഗ്രഹിച്ച് കൊതിച്ചിരിക്കുമ്പോൾ ദൈവം അവിടെ ഇടപെടുന്നുണ്ട്. അപ്പന്റെ കര അതാ നിനക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. നീ അറിയാത്ത ദേശത്തുനിന്ന് നിനക്ക് വേണ്ടി ഒരു കൂട്ടരെ സ്വർഗം എഴുന്നേൽക്കുന്നുണ്ട്. കരമടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ, ദൈവത്തിന് മഹത്വം കൊടുത്താട്ടെ. നിനക്ക് ആമേ. ഹല്ലേലൂയ. ആമേ. യോസേപ്പേ, നീ ഭാരപ്പെടണ്ട. ആ പൊട്ടക്കിണറിനകത്ത് പയ്യപ്പോ അപ്പന്റെ കര അവിടെ താങ്ങിക്കൊണ്ടിരിക്കുക. അതിനകത്തൊരു ദൈവ സാന്നിധ്യം. യോസേപ്പ് നമ്മളാണെങ്കിൽ നെഞ്ചുപൊട്ടി വിളിക്കും. അതിനകത്തൊരു ദൈവ സാന്നിധ്യം. കാര്യം എന്താണ്? നിന്നെ എടുത്തിട്ടപ്പോ, നിന്നെ എല്ലാവരും തൂക്കിയിട്ടപ്പോ അപ്പന്റെ കര ഇറങ്ങി നിൽക്കുകയാണ്. യേശുവിന്റെ കര അതിനകത്ത് ഇറങ്ങി നിൽക്കുന്നത് കൊണ്ട് ധൈര്യത്തോടെ യോസേപ്പ് ഇരുന്നു. ഒരു അവസ്ഥയിൽ ഇരുട്ടിന്റെ അനുഭവത്തിലേക്ക്, ഒരു കഷ്ടയുടെ നടുവിലിരിക്കുമ്പോഴും വേദനയുടെ നടുവിലിരിക്കുമ്പോഴും കർത്താവിന്റെ കര ഉണ്ടെങ്കിൽ ധൈര്യമായിട്ടിരിക്കാം. ഇന്ന് വിശ്വസിക്കണം. നിങ്ങൾ വേദന നടുവിലാണ് പോകുന്നുണ്ട്, പറ എന്റെ യേശു കൂടെയുണ്ട്. ധൈര്യമായിട്ട് പറ, എന്റെ യേശു എന്നെ വിടുവിക്കും. എന്റെ അപ്പന്റെ കരം കൂടെ ഇരിക്കുമെന്ന് നിങ്ങൾ വിശ്വസിക്കണം. ദൈവ പൈതലേ, എന്താ ദൈവത്തിന്റെ പ്രവൃത്തി കാണാൻ പറ്റും. ആ കിണറ്റിന്റെ അവസ്ഥയിലേക്ക് യോസേപ്പ് ആയിരിക്കുമ്പോ
യോസഫിന് ആമേ ഹല്ലേലൂയ എല്ലാവരും പറഞ്ഞു സ്വപ്നക്കാരന്റെ പണിയും കഴിഞ്ഞു, സ്വപ്നം ഇതോടെ തീർന്നു. ആമേന ദർശനം നഷ്ടപ്പെട്ടു, അവന്റെ വെളിപ്പാട് നഷ്ടപ്പെട്ടു, സകലം നഷ്ടപ്പെട്ടു, മരുഭൂമിയിൽ വെച്ച് എല്ലാം നഷ്ടപ്പെട്ടെന്ന് ആര് പറഞ്ഞു? പരസ്പര സഹോദരന്മാർ പറഞ്ഞു. ഞാനും എൻ്റെ അപ്പനും അപ്പനും മക്കളും കൂടെ നിന്നെ അങ്ങ് തൊഴും. എല്ലാവരും പറയും ചേട്ടാ ഒരു ചേട്ടനുണ്ട്, സ്വപ്നക്കാരൻ പൊട്ടക്കിണറ്റിൽ, നമ്മളിതാ കരയിൽ നിന്ന് ഞം കഴിക്കുന്നു. ഹല്ലേലൂയ. അവരുടെ സ്വപ്നം എന്തായി? അവ ഇതാണ് കണ്ടത്, ഈ പൊട്ടക്കിണറ്റിൽ പോകുമെന്ന് സ്വപ്നം കണ്ടില്ല. കാണാത്തതാണ് ഇപ്പം സംഭവിച്ചത്. ചിലത് കാണാത്ത അനുഭവിക്കേണ്ടി വരും, ചിലത് കാണാത്ത നടക്കേണ്ടി വരും, ചിലത് കാണാത്ത നമ്മുടെ മേൽ വരും. എന്നാൽ മറ്റുള്ളവർ പറഞ്ഞു ഇതോടെ എല്ലാം തീർന്നു. ആദ്യം ചെന്ന് വീഴുന്നത് ഒരു പൊട്ടക്കിണറിലിട്ട് ചെന്ന് വീഴുമ്പോ സഹോദരൻ പറഞ്ഞു യോസഫിന്റെ കാര്യം തീർന്നു. യോസഫിന്റെ കാര്യം തീർന്നു. ഇനി അവനെ കുറിച്ചുള്ള സംസാരം തീർന്നു. അവന്റെ കട്ടേമ്പടം മടങ്ങി. ആമേ ഹല്ലേലൂയ. ഒരു കാല് തട്ടുമ്പോ ചില വേദന, ചില പറയും ഇതോടെ തീർന്നു. ചില കാല് തട്ടുന്ന ചില എഴുന്നേൽക്ക് ഓടുവാനാ, ചില മുടന്ത് വരുന്ന വലിയൊരു അനുഗ്രഹത്തിനാ, ചില കഷ്ടതകൾ നിനക്ക് വരുന്നത് അടുത്ത വലിയ വിടുതലിന് വേണ്ടിയാണെന്ന് ആത്മാവിനൊരു ദൂത് ഞാൻ വിളിച്ചു പറയാ. ഇവിടെ സഹോദരൻ പറയാ, നിനക്കൊരു ചില ബുദ്ധിമുട്ട് വരുന്നത് വലിയൊരു വിടുതലിന് വേണ്ടിയാണ്. ചില കഷ്ടതകൾ വന്നാലേ അടുത്ത അനുഗ്രഹം പ്രാപിക്കാൻ പറ്റും. ആമേ സിസ്റ്ററെ, നിങ്ങൾക്ക് ചില ബുദ്ധിമുട്ടുകൾ വന്നത് കൊണ്ടാ ഇന്ന് ദൈവസന്നിധിയിൽ വരാൻ പറ്റിയത്. ദൈവം അതിൻ്റെ മേൽ അത്ഭുതം ചെയ്യുന്നുണ്ട്. കാരണം എൻ്റെ ദൈവത്തിന് ആമേ കഴിയാത്ത ഒരു കാര്യമില്ല. നീ പൊട്ടക്കിണറ്റിനകത്താണെങ്കിലും ദൈവത്തിനകത്ത് പ്രവർത്തിക്കാൻ പറ്റും. നിങ്ങളുടെ അവസ്ഥ അതാ. ഇന്ന് മുന്നോട്ടൊന്നും പോകാൻ പറ്റുന്നില്ല. ജീവിതം തീർന്നു പോയി. അല്ലെ, ആത്മഹത്യയുടെ മരണത്തിന്റെ വക്കില്. പൊട്ടക്കിണറ്റിൽ ഇട്ടത് താമസിക്കാൻ, അവിടെ ചെന്ന് കുടിൽ വെച്ച് താമസിച്ച് ഞം കഴിക്കാനൊന്നുമല്ല, കുഴിച്ചു മൂടിയതാ. സഹോദരന്മാർ കുഴിച്ചു മൂടിയതാ. ലോകം നിന്നെ കുഴിച്ചു മൂടിയാലോ അവിടെ അപ്പന്റെ കര ഇറങ്ങി വന്ന് വിടുവിക്കുന്നത് നിനക്ക് കാണാൻ പറ്റും. ഒരു കരം വരുന്നുണ്ട്. പൊട്ടക്കിണറ്റിന്റെ അവസ്ഥയായാലും ആമേൻ നിനക്ക് വേണ്ടി ഒരു കരം എഴുന്നേൽക്കുന്നുണ്ട്. പോയ യോസഫിന് അറിഞ്ഞൂടാ എങ്ങനെ ഇവിടുന്ന് രക്ഷപ്പെടുമെന്നും അല്ലെ എങ്ങനെ കരകയറുമെന്നും. ചിലർ തീരാ കടത്തിലേക്ക് വീണിട്ടുണ്ട്, ചില കഷ്ടയുടെ നടുവിലേക്ക് വീണ് നടക്കുക. എന്നാൽ ഇന്ന് നിങ്ങൾ ദൈവത്തിന് സമർപ്പിക്കുമെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ, നിങ്ങൾ ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ, യേശുവിനെ മാത്രം മുറുകെ പിടിക്കുമെങ്കിൽ ഒരു കരം നിങ്ങൾക്ക് വേണ്ടി ഇറങ്ങുന്നുണ്ട്. ഹല്ലേലൂയ. അത് എങ്ങനെ പ്രവർത്തിക്കും? ദൈവം എങ്ങനെ പ്രവർത്തിക്കും? ഹൃദയം കൊണ്ട് വിശ്വസിക്കണം, വാ കൊണ്ട് ഏറ്റു പറയണം. നീയാണ് എൻ്റെ അപ്പനെന്ന് തീർത്ത് പറയുമെങ്കിൽ, ഈ അപ്പനാണ് എൻ്റെ അപ്പനെന്ന് പറയുവാൻ അഭിമാനത്തോടെ പറയുമെങ്കിൽ, ആ കഷ്ടയുടെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം നിനക്ക് വേണ്ടി ഒരു കയറിട്ട് തരുന്നുണ്ട്. കയറി വരുവാ. ആമേ ഹല്ലേലൂയ. ഒരു കരം നിനക്ക് വേണ്ടി ഇറങ്ങി വരുന്നുണ്ട്. അല്ല, കഷ്ടത വരുമ്പോ ഇതോടെ ഇതോടെ തീർന്നു, ഇനി ജീവിതമില്ല, മരിച്ചാ മതി, ഞാൻ പൊട്ടക്കിണറ്റ് എന്തായാലും സഹോദരന്മാർ പൊട്ടക്കിണറ്റും, എന്തായാലും ഇന്ന് നാളെ പൊട്ടക്കിണറ്റ് ഇടുമ്പോൾ വാർത്ത കേട്ട പറയും ഇന്ന് എന്നെ മരിച്ചു കളയാം എന്ന് പറയരുത്. പ്രശ്നത്തെ സഹോദരന്മാർ അവിടെ വെച്ച് വിരോധമായി യോസഫിനെതിരായിട്ട് അമർഷമാണ്. പ്രശ്നത്തെ വന്നാൽ പ്രശ്നത്തെ അഭിമുഖീകരിക്കാൻ ചങ്കൂറ്റം വേണം. യോസഫിനെ കണ്ടുപിടി. നിന്റെ കുടുംബത്തിനകത്തിന് ശത്രുത ഉണ്ടായി അല്ലേ? കണ്ണുകടിയും പല്ലുകടിയും ആമർഷവും എങ്ങനെയൊക്കെ വേണമെങ്കിലും പ്രതികരിക്കാം. ഒരു അസൂയ വന്നാൽ, ഒരു വ്യക്തിയുടെ അസൂയ വന്നാൽ എങ്ങനെ വേണമെങ്കിലും പ്രതികരിക്കാം. നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചോ, നിങ്ങളുടെ രീതിയിൽ നിങ്ങൾ പ്രതികരിച്ചോ. പക്ഷേ അവിടെ നിന്നുകൊണ്ട് എല്ലാ അവസ്ഥയിൽ നിന്ന് ഒതുക്കാമെന്ന് ഈ ഭവനത്തിൽ വെച്ച് ഒതുക്കാൻ നടന്നില്ല. മരുഭൂമിയിൽ വെച്ച് കൊന്നു കളയാം എന്ന് പദ്ധതി ഇട്ടപ്പോഴും അവിടെയും തകർന്നു പോകാതെ യോസഫ് നിന്നു. പ്രൈസ് ഹല്ലേലൂയ. ബൈബിളില് ഇവിടെ ഒരു വാക്ക് പോലും യോസഫ് സഹോദരന്മാർക്കെതിരായിട്ട് സംസാരിച്ചില്ല. ബൈബിൾ തിരുവചനം പറയുമ്പോൾ ഒരു വാക്ക് പോലും സഹോദരന്മാർക്കെതിരായിട്ട് യോസഫ് സംസാരിക്കുന്ന, സഹോദരന്മാർ ചെയ്യാമെന്ന ക്രിയ
അങ്ങ് ചെയ്യാൻ വേണ്ടി ഏൽപ്പിച്ചു കൊടുത്തു. യേശുവും തന്നെത്താനെ ഏൽപ്പിച്ചു കൊടുത്തു. യേശുവിനെ ശിക്ഷിക്കാൻ വന്ന സമയത്ത്, റോമൻ സാമ്രാജ്യം വന്ന സമയത്തും നിങ്ങൾ ആരെ അന്വേഷിക്കുന്നത് ചോദിച്ചപ്പോൾ ചോദിച്ചു, നസറനായ യേശുവിനെ ഞാൻ തന്നെ. യേശുവിനെ യേശുവാണ് കാണിച്ചു സമ്മതിച്ചതുകൊണ്ടാ പിടിച്ചു കെട്ടാൻ പറ്റിയത്. യോസഫിനെ പിടിച്ചു കെട്ടിയ സമയത്തും യോസഫ് സമ്മതിച്ചു കൊടുത്തു. നീ സമ്മതിച്ചു കൊടുക്കണം. അടുത്ത അനുഗ്രഹത്തിലേക്ക് ദൈവം കൊണ്ടുപോകുന്നുണ്ട്. നീ സമ്മതിച്ചു കൊടുക്കണം. ഞാനൊരു ദൈവ പൈതല. ഇന്ന് ആർക്കൊക്കെ ഇത് കേൾക്കുമ്പോൾ സമ്മതിച്ചു കൊടുക്കാൻ പറ്റും? അനുഗ്രഹമുള്ളവൻ കീഴ്പ്പെടണം, വാഗ്ദത്തമുള്ള കീഴ്പ്പെടണം, ദൈവസന്നിധിയിൽ കീഴ്പ്പെടണം, നീ പോകുന്നിടത്ത് കീഴ്പ്പെടണം, സകലത്തിൽ താഴ്ന്നിരിക്കണം. കാരണം ദൈവം ആരാണെന്ന് കണ്ടുകൊള്ളുവിൻ. ദൈവത്തിന് പ്രവർത്തിക്കാൻ വേണ്ടി ഒന്ന് താഴ്ത്തി കൊടുക്കുമെങ്കിൽ ഇവിടെ ദൈവമാണ് ഇടപെടുന്നത്. എന്നാൽ പൊട്ടക്കിണറിലേക്ക് വലിച്ചെറിഞ്ഞ എല്ലാവരും കൂടെ എടുത്തു പൊക്കി യോസേഫിനെ ഇട്ടപ്പോൾ സഹോദരന്മാർ തീർത്തും പറഞ്ഞു, ഇനി അവന്റെ കാര്യം ആമേൻ. പക്ഷേ ദൈവം പറയുന്നു, ഇനി അവന്റെ കാര്യത്തിൽ സ്തോത്രം പറയാൻ പോകുകയാണ്. അതോടെ തീർന്നു എന്ന് പറഞ്ഞെടുത്ത് പ്രശ്നങ്ങൾ കണ്ട് വേദന കണ്ട് നടുവിലും ദൈവം അടുത്ത പദ്ധതി ഒരുക്കുന്നുണ്ട്. അടഞ്ഞുപോയ ചില വിഷയത്തിന്റെ മേൽ, നിങ്ങൾ അടഞ്ഞുപോയ ചില വിഷയത്തിന് ഒരു പ്രതീക്ഷയുമില്ല. യോസഫേ, നീ പൊട്ടക്കിണറിനകത്ത് കിടക്കുന്ന വ്യക്തിക്ക് ഒരു പ്രതീക്ഷയില്ല. പക്ഷെ നീ അകത്ത് പോയി നിന്നെ തള്ളിയിട്ട ദൈവം അറിയാതെ പോകത്തില്ല. ദൈവത്തിന് നിന്നെ കുറിച്ച് നല്ല പ്രതീക്ഷയാണ്. ഹല്ലേലൂയ. നീ ദൈവത്തിന്റെ ഇഷ്ടം സമ്മതിച്ചു കൊടുക്ക്, ദൈവത്തിന്റെ സന്നിധിയിൽ സമർപ്പിച്ചു കൊടു. എന്നാൽ നിന്നെ എടുത്തിട്ട സഹോദരന്മാർ മാറി നിൽക്കുമ്പോ സ്വർഗം നിനക്ക് വേണ്ടി അനുകൂലമായി മാറുന്നുണ്ട്. ഒരു കൂട്ടര് അടുത്ത ദേശത്ത് നിന്ന് മിസ്രൈമ്യരെ ഒരു കൂട്ടര് ആ വഴി, എത്രയോ വഴി ഉണ്ടായിരുന്നു അല്ലെ, എത്രയോ മരുഭൂമിയില് എത്രയോ വഴിയാണ്. ഏത് വഴി നമുക്ക് അറിയാൻ പറ്റൂല. മരുഭൂമിയിൽ വഴി വെട്ടി വെച്ചിട്ടില്ല, മണലാണ്, വഴി അറിയാൻ പറ്റൂല. ഇവിടേക്കാണെങ്കിൽ റോഡും വഴിയൊക്കെ തിരിച്ചറിയാൻ പറ്റും. പക്ഷെ ആ പൊട്ടക്കുഴിയുടെ അടുത്തുകൂടെ, ആ പൊട്ടക്കിണറിന്റെ അടുത്തൂടെ ഒരു വഴിയിലൂടെ വരണമെങ്കിൽ ദൈവ ചിലർ ആ വഴിയിലൂടെ കൊണ്ടുവരുന്നു, സെറ്റ് ചെയ്യുന്നുണ്ട്. നീ കിടക്കുന്ന വഴിയുടെ അടുത്ത് ചില വ്യക്തികളെ, ഒരു ദേശത്തിലെ വ്യക്തികളെ ആ ദേശത്തിലൂടെ കൊണ്ടുവരുന്നുണ്ട്. ഹല്ലേലൂയ, 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 ആമേൻ, ഹല്ലേലൂയ. ദൈവം ചിലവരെ നിന്നെ രക്ഷിക്കുവാൻ ചില വ്യക്തികളുടെ ദൈവം ഇടപെടുന്നുണ്ട്. ചില കരങ്ങൾ അനുകൂലമായി മാറുന്നുണ്ട്. അവർ എങ്ങനെയുള്ള വ്യക്തികളായിരുന്നു നമുക്ക് വായിക്കാം. അവരെങ്ങനെയുള്ളവരായിരുന്നു? തലപൊക്കി നോക്കിയപ്പോൾ ഗിൽഗാലിലെ നിന്നും സാമ്പ്രാണിയും സുഗന്ധ പശയും സന്നിധായകവും ഒട്ടകപ്പുറത്ത് കയറ്റി മിസ്രൈമിലേക്ക് കൊണ്ടുപോകുന്ന ഇസ്മായേല്യരുടെ ഒരു യാത്രാക്കൂട്ടം ഒന്നല്ല, നിന്നെ പൊക്കിയെടുക്ക ഒരു യാത്രാക്കൂട്ടം തന്നെയാണ്. നിന്നെ സഹായിക്കാൻ ഒരു വ്യക്തിയല്ല വരാൻ പോകുന്നത്, ഒരു കൂട്ടരെ ഇറക്കാൻ പോവുകയാണ്. നിന്നെ ഒരു കൂട്ടർ എല്ലാം കൂടെ ഒരുമിച്ചെടുത്ത് ഇട്ടപ്പോൾ അവിടെ നിന്ന് രക്ഷിക്കുക ആര് വരുന്നു? ഒരു കൂട്ടം ആൾക്കാരെ ഒരുക്കുന്നുണ്ട്. മിസ്രൈമിൽ നിന്ന് ഒരു കൂട്ടര്. അപ്പോൾ യഹൂദ തന്റെ സഹോദരന്മാരോട് നാം നമ്മുടെ സഹോദരനെ കൊന്ന് അവന്റെ രക്തം മറച്ചിട്ട് എന്ത് ഉപകാരം വരുവിൻ നാം അവനെ ഇസ്മായേല്യർക്ക് വിൽക്കുക. അടുത്ത് വേറെ ഒരാൾ പറയാണ്, എടുത്തിട്ടവൻ തന്നെ പറയാണ്, എടുത്തിട്ട് നമുക്കൊരു കാര്യം, ഇവനെ കൊന്നിട്ട് ഒരു പ്രയോജനമില്ല, ഇവന്റെ രക്തത്തിന് ഒരു പ്രയോജനമില്ല, നമുക്ക് വിറ്റുകളയാം. എടുത്തിട്ടവർക്ക് അനുകൂലമാക്കി മാറുന്നുണ്ട് കേട്ടോ. എടുത്തിട്ടവർക്ക് സമാധാനമില്ല. ഇന്ന് ആരെങ്കിലും എടുത്തിട്ടിട്ടുണ്ടെങ്കിൽ സമാധാനം നഷ്ടപ്പെടുന്നുണ്ട്. ആമേ, ഹല്ലേലൂയ. ആ എടുത്തിട്ട് യഹൂദ പറയാ, നമ്മൾ ഇവനെ കൊന്നിട്ട് ഒരു പ്രയോജനമില്ല, അവന്റെ രക്തം മറിച്ചിട്ട് എന്ത് ഉപകാരം? വരുവിൻ നാം അവനെ ഇസ്മായേലിലേക്ക് വിൽക്കുക. നാം അവന്റെ മേൽ കൈ വയ്ക്കരുത്. അവൻ നമ്മുടെ സഹോദരൻ, നമ്മുടെ മാംസമല്ലോ എന്ന് പറഞ്ഞു. അപ്പോ യഹൂദ അടുത്ത സഹോദരന് വെളിപ്പാട് ദൈവം കൊടുത്തു. ആത്മഭാരം അടുത്ത രൂപേനെ കയ്യിലെടുത്തു,
അടുത്തെടുക്കുന്ന യഹൂദ എടുത്തു. അടുത്ത് പറയുന്നു ആ ഒരു ആത്മഭാരം ദൈവം കൊടുക്കുകയാണ്. ആ സഹോദരൻ പറയുക, ഇവനെ കൊന്നു കളയരുത്, നമ്മുടെ മാംസമാണ്. ആമേ, അവനൊന്നും ചെയ്യണ്ട. അടുത്ത് നമുക്ക് അവൻ എന്ത് ചെയ്യാം? ആ കുഴിയിൽ നിന്ന് നമുക്ക് വായിച്ചോ. അവന്റെ സഹോദരന്മാർ അതിന് സമ്മതിച്ചു. ഇപ്പൊ ഈ ജ്യേഷ്ഠൻ പറഞ്ഞ കാര്യങ്ങൾ സഹോദരൻ പറഞ്ഞ കാര്യം സഹോദരൻ സമ്മതിച്ചു. മിദ്യാന്യ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ അവർ യോസഫിനെ കുഴിയിൽ നിന്നും വലിച്ചു കയറ്റി. ഒരു കാര്യം പറയാം, നിന്നെ ആര് വലിച്ച് തള്ളിയിടുമോ അവരെ കൊണ്ടുവരെ വലിച്ചു കയറ്റും. ഇന്ന് ഒരു കാര്യം അതിനകത്ത് വിളിച്ച് പറയാണ്, ഒരു പ്രവചനപരം പോലെ, ഒരു ദൂത് പോലെ വിളിച്ച് ആര് നിന്നെ വലിച്ചിട്ടോ അവരിലൂടെ വലിച്ചു കയറ്റാൻ പോകുകയാണ്. ഇതിനകത്തിരിക്കുന്ന വ്യക്തിയോട് ഇന്ന് ആത്മാവ് ഒരു കാര്യം പറയുകയാണ്. മായ സിസ്റ്ററോട്, സിസ്റ്റർ നിന്നെ ആര് വലിച്ചിട്ടോ അവർ നിന്നെ വലിച്ചു കയറ്റും. വിശ്വസിക്കുന്നുണ്ടോ സിസ്റ്റർ? വിശ്വസിക്കുന്നുണ്ടോ? വരും ദിവസങ്ങളിൽ ദൈവത്തിന്റെ മഹത്വം കാണാൻ പോകുകയാണ്. സിസ്റ്റർ, ആര് നിന്നെ വലിച്ചിട്ടോ, ഇപ്പോൾ നിന്നെ ആര് വലിച്ചു കുഴിയിലിട്ടോ, നീ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് മരണത്തെ മുഖാമുഖം കണ്ടവളാ. ഇന്നലെ വരെയും മരിക്കട്ടാന്ന് ചോദിച്ചാളാ. മരിക്കരുത്, ദൈവം നിന്നെ രക്ഷിക്കും. ഇതിനകത്ത് കയറ്റിയിട്ടുണ്ടെങ്കിൽ പലവരും എല്ലാവരുടെ വലിച്ച് നിന്നെ പൊട്ടക്കുഴിയിൽ വലിച്ചിട്ടതാ. ഇതാ വലിച്ചിട്ടവർ ആത്മാവ് ദൂത് പറയുന്നുണ്ട്, അവരിലൂടെ ദൈവ പ്രവൃത്തി സംഭവിക്കുന്നുണ്ട്. മറ്റുള്ളവരെ സഹായിച്ചു. യോസഫൻ പറഞ്ഞു, ഞാൻ കണ്ട സ്വപ്നം വലുതാ. ആമേ, സിസ്റ്റർ പലരെ സഹായിച്ചത്, ആമേ എല്ലാരും കൂടെ വലിച്ച് പൊട്ടക്കുഴി വലിച്ചിട്ടതുപോലെ ആത്മഹത്യ നീങ്ങി പോകുന്നുണ്ട്. കരമടിച്ച് ദൈവസഭ, കരമടിച്ച് ഈ സിസ്റ്ററുടെ പ്രാർത്ഥന ആത്മഹത്യ നീങ്ങി പോട്ടെ. ശതന രഗന ധീന രഗന വൈഡവ രംഗല ബൗഡവ രാജവദീന രഗന അസ്തല ബൗഡവ ദേവന ആത്മഹത്യ മാറിപ്പോട്ടെ, മരണങ്ങൾ മാറിപ്പോട്ടെ. ഓ റബവന ശാദന. ഞാൻ ലോകത്തോട് ദൂത് പറയാം, ഒരു ദൂത് പറയാൻ പോകുകയാണ്. എന്നെ ശ്രദ്ധിച്ചു കേട്ടോ. ആത്മാവിനോട് ദൂത് പറയാൻ പറയുന്നു. നിങ്ങൾക്ക് എത്ര സന്തോഷമുണ്ട്? ഒരു ദൂത് കൈമാറാൻ പോകുകയാണ്. ഹല്ലേലൂയ. ആത്മാവ്, പരിശുദ്ധാത്മാവ് ദൂത് ദൈവസഭയോട് ഈ ചാനലിലൂടെ കേൾക്കുന്നവർ കൈമാറാൻ പോകുകയാണ്. സഹോദരൻ ശ്രദ്ധിച്ചേക്കണം. സഹോദരന്മാർ എല്ലാവരും കൂടെ യോസഫിനെ പൊട്ടക്കിലേക്ക് വലിച്ചിട്ടെന്തിനാ? കൊല്ലാനാ. അവന്റെ അനുഗ്രഹം വലുതായതുകൊണ്ടാ. അവൻ രാജാവ് എന്നുള്ള കരുതിയ, നീ ഞങ്ങളുടെ നേതാവാകുമെന്ന് കരുതിയ എല്ലാം കൂടെ വലിച്ച് ഇട്ടത്, കൊല്ലാനിട്ടതാ. പക്ഷേ ഒരു മിസ്രൈമ്യർ വരുന്നുണ്ട്. അടുത്തെന്തിനാ? അടുത്തത് ഒരുക്കുന്നത് യെശയ്യാവ് 9:3 വാക്യത്തിൽ അവർ നിന്റെ സന്നിധിയിൽ സന്തോഷിക്കുന്ന സന്തോഷം കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെയും കൊയ്ത്തുകാലത്തെ സന്തോഷം പോലെ. അതാ ബോവാസ് പറഞ്ഞത്, മോളെ ഈ വയലിട്ട് പോകരുത്, നിനക്ക് വലിച്ചിടുന്നുണ്ട്. നിന്നെ എല്ലാവരും വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ അടുത്ത ദൂത നിന്നെ വലിച്ചിട്ടിട്ടുണ്ടെങ്കിൽ നിനക്ക് വേണ്ടി അനുഗ്രഹങ്ങളെ വലിച്ചിടുന്നുണ്ട്. നിന്റെ മേൽ ചില അനുഗ്രഹങ്ങൾ, ചില നന്മകൾ നിനക്ക് വേണ്ടി ഞാൻ വലിച്ചിട്ടുന്നുണ്ട്. മനസ്സിലാവുന്ന കാര്യം അടിച്ച് ദൈവത്തിന് മഹത്വം കൊടുത്തോ. അസാധ്യങ്ങളെ സാധ്യമാക്കുന്ന ദൈവം ഇതിനകത്ത് വന്നിട്ടുണ്ട്. ചില കറ്റകളെ ദൈവം നിനക്ക് വേണ്ടി വലിച്ചിട്ട് അടഞ്ഞുപോയ വിഷയത്തിന്റെ മേൽ, അടഞ്ഞുപോയ സാമ്പത്തിക വിഷയത്തിന്റെ മേൽ ചില നന്മകളെ ദൈവം വലിച്ചിട്ട് തരുന്നുണ്ട്. കുഴിയിൽ നിന്ന് കരകയറ്റുന്ന ദൈവം. നീ പോയ കടക്കെണിയിൽ നിന്നും, പാപത്തിന്റെ കെണിയിൽ നിന്നും, ശാപത്തിന്റെ കെണിയിൽ നിന്നും ആമേ ഹല്ലേലൂയ ദൈവ കര പിടിച്ച് കയറ്റുന്നുണ്ട്. ഈ വചനം കേൾക്കുമ്പോ തന്നെ പറ, എന്റെ യേശുവിനെ സഹായിക്കാൻ പറ്റും. ഈ ലോകത്ത് ഞാൻ വിളിച്ചു പറയാ, എന്റെ യേശുവിനെ കൊണ്ട് മാത്രമേ പറ്റൂ. ഇന്ന് നിന്നെ കരകയറ്റണമെങ്കിൽ ഞാനും ഒരു പൊട്ടക്കുഴിയിലായിരുന്നു, ഒരു പൊട്ടക്കരന്റെ അവസ്ഥയായിരുന്നു എന്റെ ജീവിതം. ഞാൻ യേശുവിനെ എന്ന് അറിയാൻ തുടങ്ങിയോ, എന്ന് വിളിക്കാൻ തുടങ്ങിയോ, എന്ന് പ്രാർത്ഥിക്കാൻ തുടങ്ങിയോ, എന്ന് കരയാൻ തുടങ്ങിയോ, എന്റെ ദൈവനെ കരം പിടിച്ച് കയറ്റാൻ തുടങ്ങി. ഭയങ്കരപ്പെട്ട ക്വാളിറ്റി ഒന്നുമില്ല,
പക്ഷെ ഒരു ക്വാളിറ്റി, കരയാനുള്ള ക്വാളിറ്റി ഉണ്ട്, പ്രാർത്ഥിക്കാനുള്ള ക്വാളിറ്റി ഉണ്ട്, വിശ്വസിക്കാൻ ക്വാളിറ്റി ഉണ്ട്. നീ ദൈവത്തിന് വിശ്വസിക്ക്. ഇന്ന് ദൈവത്തിനെ കരം പിടിച്ച് കയറ്റി ചില നന്മകൾ നിനക്ക് വേണ്ടി വലിച്ചിടുന്നുണ്ട് ദൈവമേ. ഹല്ലേലൂയ. എല്ലാവരും കൂടെ വലിച്ചിട്ട് കുഴിയിൽ വെച്ച് മൂടാൻ നോക്കിയ സമയത്ത് ദൈവം പറയുന്നില്ല, നിന്നെല്ലാവരുടെ വലിച്ച് താഴെ ഇടുന്നുണ്ടെങ്കിൽ ചില നന്മകൾ നിനക്ക് വേണ്ടി വലിച്ചിടുന്നുണ്ട്. ഈ വർഷത്തെ ദൂത ദൈവസഭയോട് തരുന്നത് ചില കറ്റകളെ ഇടയുന്നത് കൊണ്ട് അടഞ്ഞു പോയാല വിഷയത്തിന്റെ മേൽ ദൈവം നിനക്ക് വേണ്ടി വലിച്ചിടുന്നുണ്ട്. ആമ ഇപ്പൊ പൊട്ടക്കരല കിടക്കുന്നത്. ഇവിടെ ആര് വരുമെന്നും ആര് രക്ഷിക്കുമെന്നും ആര് കൊണ്ടുപോകുന്നു യോസേഫിന് അറിഞ്ഞൂടാ. പക്ഷെ നിന്നെ വിളിച്ച ദൈവത്തിന് അറിയാം നീ എവിടെ ആയിരിക്കണമെന്നും ഇന്നത്തെ അവസ്ഥ എന്താണെന്നും. ഇന്ന് നിങ്ങളുടെ ജീവിതം ഒരു പൊട്ടക്കിണർ പോലെ ആണെങ്കിൽ അത് ദൈവം കണ്ടുകൊണ്ടിരിക്കുകയാണ്. നീ അവിടെ നിന്നുകൊണ്ട് സ്തോത്രം പറഞ്ഞാൽ മതി. പ്രാർത്ഥിക്കാൻ അറിഞ്ഞൂടെങ്കിലും ഒന്ന് സ്തോത്രം പറഞ്ഞ് കയറുമെങ്കിൽ യേശുവിൽ നിന്ന് മുറുകെ പിടിക്കുമെങ്കിൽ ഇന്നലെ വരെ എങ്ങനെ ആയിക്കോട്ടെ, നിങ്ങൾ ഇന്നലെ വരെ നടന്ന വഴികളൊന്നും ദൈവത്തിന് പ്രശ്നമില്ല. നിനക്ക് ഏറ്റു പറഞ്ഞൊരു മാനസാന്തരപ്പെടുമെങ്കിൽ കർത്താവ് എന്നോടൊന്ന് ക്ഷമിക്കണമേ. ആമേ ഹല്ലേലൂയ. നിങ്ങൾ ക്ഷമിക്കുമെങ്കിൽ, ദൈവത്തോട് ഏറ്റു പറഞ്ഞെന്ന് മാനസാന്തരം ദൈവത്തിൽ വിശ്വസിക്കുമെങ്കിൽ, ദൈവത്തോട് പ്രാർത്ഥിക്കുമെങ്കിൽ ഈ കെണിയിൽ നിന്നും ഈ കഷ്ടതയിൽ നിന്നും ദൈവം കരകയറ്റും. നിങ്ങൾ അനുഭവിക്കുന്ന പ്രയാസത്തിന്റെ നടുവിൽ നിന്നുകൊണ്ട് ദൈവം കരം പിടിച്ചു കയറ്റും. ആമേ ഹല്ലേലൂയ. യോസേഫ് ഒട്ടകന്നപ്പോൾ അടുത്ത ഒരു കൂട്ടർ വരിക. മിസ്രൈമില് മിദ്യാന്യ കച്ചവടക്കാർ കടന്നു പോകുമ്പോൾ മിദ്യാന കച്ചവടക്കാരനില്ലേ അവർ യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ചു കയറ്റി. യോസേഫിനെ കുഴിയിൽ നിന്ന് വലിച്ച് ഇട്ടവരെല്ലാം അവിടെ വലിച്ചു കയറ്റി. അതാ ഇപ്പോൾ നടന്നത്. ഇട്ടവരെല്ലാം അവിടെ വലിച്ചു കയറ്റി. ഞാൻ അവിടെയാ തുടങ്ങിയത്. നിന്നെ വലിച്ചിട്ടവരെന്നെ വലിച്ചു എടുത്ത് കയറ്റാൻ പോവുകയാണ്. ആരൊക്കെ വലിച്ചിട്ടോ, നിന്നെ ആരൊക്കെ വലിച്ചിട്ടോ അവരെ കൊണ്ട് തന്നെ വലിച്ചു കയറ്റി. ഈ വർഷം, അടുത്ത വർഷമല്ല, 2024 അവസാനിക്കുമ്പോൾ സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളാണ് വിളിച്ചു പറയുന്നത്. ആരൊക്കെ നിന്നെ വലിച്ചു തള്ളിയിട്ടോ അവർ നിനക്ക് വേണ്ടി കയറാൻ പോവുകയാണ്. നിനക്ക് വേണ്ടി കരം തന്നെ ശത്രുക്കൾ നിന്റെ മിത്രങ്ങളാവാൻ പോകുന്നു. നിങ്ങളുടെ ശത്രുക്കൾ ഇപ്പൊ വലിച്ചിട്ടവരെ നമ്മൾ എന്ത് ചെയ്യും? സ്നേഹിതാന്ന് വിളിക്കോ? എടാ ദുഷ്ടാ, ദുഷ്ടത്തി, നീ എനിക്കൊരു പണി തന്നു. ആ പണി തന്നവർ തന്നെയാണ് കൈ കൊടുക്കാൻ പോണത്. നിന്നെ വലിച്ചു തള്ളിയിട്ടവരെന്ന് പറയും. സിസ്റ്റർ, എന്നോടൊന്ന് ക്ഷമിക്കണം കേട്ടോ, എന്നോടൊന്ന് ക്ഷമിക്കണം. സഹോദര, എന്നോടൊന്ന് ക്ഷമിക്കണം. ഞാൻ കാണിച്ചത് പോക്കിർത്തനമാണ് അല്ലേ? കാണിച്ചത് പോക്കിർത്തനമാണ്. ഞാൻ ചെയ്യാൻ പറ്റാത്ത കാര്യങ്ങൾ ചെയ്തത്. പക്ഷെ ദൈവത്തിന് പ്രവർത്തിക്കുവാൻ അവിടെ ഇടം കൊടുത്തത് കൊണ്ടാ. നീ ദൈവസ്ഥലിൽ പ്രാർത്ഥിക്കുന്നത് കൊണ്ടാ. ഇന്നു മുതൽ പ്രാർത്ഥിക്കാൻ നിലവിളിക്കുമെങ്കിൽ, ഇന്നു മുതൽ പ്രാർത്ഥനയ്ക്ക് ഒരു സമയം മാറ്റിവെക്കുമെങ്കിൽ, തകർന്നു പോയവരെ, ഇവിടെ ജാതിയോ മതമോ ഒരു വ്യത്യാസവും ഇല്ല. ഇവിടെ അപ്പൻ്റെ സ്ഥലം ആണും പെണ്ണെന്നേ ഉള്ളൂ. ഇവിടെ ഹിന്ദു എന്ന മുസ്ലിം എന്ന ബ്രാഹ്മൺസ് ഒരു ഇതുമില്ല. പ്രത്യേക കാരണം, ഞാനൊരു ഹിന്ദു മാർഗത്തിൽ നിന്ന് കയറി വന്ന ആത്മാവിനെ വിളിച്ച് പറയാ, ഈ ദൈവത്തിന് രക്ഷിക്കാൻ പറ്റും. തകർന്നു പോയ സഹോദരിമാരെ, സഹോദരന്മാരെ, ഈ ചാനൽ കൂടെ ദൈവ മക്കളെ, നിന്നെ രക്ഷിക്കാൻ ഒരേ ഒരാളിനെ പറ്റൂ. അത് കർത്താവ് യേശു ക്രിസ്തുവിന് മാത്രമേ പറ്റത്തുള്ളൂ. നീ പൂർണ്ണമായി സമർപ്പിച്ചോട്. നിന്റെ ദൈവം, അതാ രൂത്ത് പറ, നിന്റെ ദൈവം എന്റെ ദൈവം. എന്റെ ദൈവമാണെങ്കിൽ നീ എന്റെ ദൈവം വിശ്വസിക്കണം. നമ്മുടെ ദൈവമായി മാറണം. അല്ലെങ്കിൽ ഇത് എൻ്റെ മാത്രം എന്ന് പറയുന്നില്ല, നമ്മുടെ ദൈവമായി ഇത് മാറണം. നമ്മുടെ രക്ഷകനായി മാറണം. ആമേ ഹല്ലേലൂയ. അടുത്ത് അവർ പറഞ്ഞു, ആമേ ഇവരെ ആ കുഴിയിൽ നിന്നും വലിച്ചു കയറ്റും. വലിച്ചു കയറ്റും. നിങ്ങളെ കഷ്ടതയിൽ നിന്നും വലിച്ചു കയറ്റും. ഇപ്പോൾ ആയിരിക്കുന്ന മണ്ഡലത്തിൽ നിന്നും, ഇപ്പോൾ അനുഭവിക്കുന്ന പ്രയാസത്തിന് നടുവിൽ നിന്നുകൊണ്ട് വിഷമിച്ച് കയ്യും കൊടുത്തു താടിയിലും കൊടുത്തു അനുഭവിച്ച് വിഷമത്തോടിരിക്കുന്നവരോട് പറയുന്നു, കഷ്ടതയിൽ നിന്നും ദൈവം വലിച്ചു കയറ്റും. ഉറപ്പായിട്ട് അനുഭവിക്കുന്ന പ്രയാസത്തിന് നടുവിൽ നിന്നുകൊണ്ട് നിരാശയോടെ മടങ്ങിയിരിക്കുന്ന വെറുതെ പറയാ, ദൈവം വലിച്ചു കയറ്റി. കാര്യം എന്താണ്? കഷ്ടതയിൽ നിന്ന് ദൈവം വലിച്ചു കയറ്റുക. ഒരു കൂട്ടരെ എഴുന്നേൽപ്പിക്കുന്നുണ്ട് ദൈവം. ചില എഴുന്നേൽപ്പിക്കുന്നുണ്ട്, ചില കരങ്ങള് എഴുന്നേൽപ്പിക്കുന്നുണ്ട്. നിനക്ക് വേണ്ടി ഒരു കരം എഴുന്നേൽക്കുന്നുണ്ട്. നിന്നെ ആര് വലിച്ചിട്ടോ, ഞാൻ അവിടെ നിന്ന് പറയാൻ പോവുകയാണ്. നിന്നെ ആര് വലിച്ചു തള്ളിയിട്ടോ അവർ നിനക്ക് സല്യൂട്ട് അടിക്കാൻ പോവുക. നിന്നെ ആര് വലിച്ചു തള്ളിയിട്ടോ അവർ നിനക്ക് വേണ്ടി നിയമമാണ് സല്യൂട്ട് അടിക്കാൻ പോവുകയാണ്. സല്യൂട്ട് അടിക്കാൻ പോവുകയാണ്. നീ രാജാവാ, നീ രാജാവാ.
നീ രാജാവാ. പ്രൈസ് ദി ലോർഡ്. ഹല്ലേലൂയ. വലിച്ച് തള്ളിയവരെ കൊണ്ടിട്ട് കരം തരാൻ പോവുകയാണ്. നിങ്ങൾ ആര് മുഖാന്തരമാണ്, അല്ലെങ്കിൽ ആര് മുഖാന്തരം ഈ കഷ്ടതയിലേക്ക് പോയോ, ആര് നിങ്ങളെ വലിച്ച് തള്ളിയിട്ടോ, ആ വ്യക്തികൾ തന്നെയാണ് വലിച്ചു കയറ്റാൻ പോകുന്നത്. വിശ്വസിക്കേ. ദൈവം മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുന്നുണ്ട്. ദൈവം മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കാൻ ദൈവത്തിന് അറിയാം. എന്റെ ദൈവത്തിന് മുള്ളിനെ മുള്ളു കൊണ്ടെടുക്കുക എന്റെ ദൈവത്തിന് അറിയാം. അവൾ മനസ്സിലാക്കണം, നിങ്ങളെ കൂടെ നിൽക്കുന്നവർ, അതാണ് കൂടെ നിൽക്കുന്നവർ നിങ്ങൾക്കെതിരായിട്ട് ശത്രുവായി പണിയുമ്പോൾ അവിടെ അവരെ കരം തന്നെ ആശ്വാസമായി മാറുന്നുണ്ട്. അവർ തന്നെയാണ് നിങ്ങളെ സഹായിക്കുന്നത്. ആരാണോ നിങ്ങൾക്ക് എതിരായിട്ട് നിൽക്കുന്നത് അവർ തന്നെയാണ്. ആമേൻ. ഒരു ബിഗ് സല്യൂട്ട്, ഒരു സല്യൂട്ട് അടിക്കാൻ പോവുകയാണ്. ദൈവനാമത്തിനായി, യേശുവിന്റെ നാമത്തിൽ നിങ്ങളെ മാനിക്കും. നിന്ദിച്ചെടുത്ത്, നിങ്ങളെ തകർത്തെടുത്ത്, എവിടെയാണ് നിങ്ങളെ കുഴിച്ചു മൂടിയത്, എവിടെയാണോ വലിച്ചിട്ടത്, ആമേ, ഇന്നു മുതൽ അതിനുവേണ്ടി ദൈവം നിങ്ങളെ ഒരുക്കുന്നുണ്ട്. ഒരു മാന്യതയെ വലിച്ചു കയറ്റി ജീവന് ആപത്ത് മാറിപ്പോകുന്നു. ഈ വചനം കേൾക്കുമ്പോൾ ഇന്ന് ജീവന് വെല്ലുവിളിക്കുന്നവരുടെ മേൽ ഒരു മരണം വെല്ലുവിളിച്ചാൽ മരണം മാറിപ്പോവുകയാണ്. ഇന്ന് മരണത്തെ ചില മുഖാമുഖം, ഇതിലൂടെ മാത്രമല്ല, ഈ ചാനൽ ഒരുപാട് പേർ കേൾക്കുന്നുണ്ട്, ലോകമെമ്പാടും കേൾക്കുന്നുണ്ട്. ചില മരണങ്ങൾ മാറിപ്പോകുന്നുണ്ട്. മരണം നിങ്ങളെ വിട്ട് ഓടിപ്പോകുന്നുണ്ട്. ദൈവ സാന്നിധ്യം വന്നിറങ്ങുന്നുണ്ട്. മരണം ഓടിപ്പോകുന്നുണ്ട്. ദൈവ സാന്നിധ്യം ഇറങ്ങുന്നുണ്ട്. ഒരു നിമിഷം കണ്ണടയ്ക്കാം, പ്രാർത്ഥിക്കാം. നിത്യനും പരിശുദ്ധനായ സ്വർഗ്ഗസ്ഥ പിതാവേ, നല്ല കൃപയ്ക്കായി സ്തോത്രം ചെയ്ത് കർത്താവേ. ദൈവമേ, നീ അങ്ങ് ഇടപെട്ടതിനായി സ്തോത്രം. ദൈവാത്മാവ് സംസാരിച്ചതിനായി സ്തോത്രം കർത്താവേ. വലിച്ചിട്ടവരെ കൊണ്ട് അപ്പച്ച നീ കരം തന്ന് വലിച്ചു കയറ്റിയനായി സ്തോത്രം. അപ്പോൾ യോസേഫിനെ പോലെ ഇന്ന് അനവധി മക്കൾ തകർന്നുകൊണ്ടിരിക്കുന്ന കടഭാരങ്ങളിൽ നിന്ന്, കഷ്ടതയിൽ നിന്ന്, രോഗങ്ങളിൽ നിന്ന് ദൈവം വിടുവിക്കുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. മുറിവേറ്റവർ തന്നെ അപ്പച്ച, മുറിവേറ്റവരിൽ നിന്ന് അപ്പ മുറിവുകളെ ഉണക്കാൻ പോകുന്നതിനായി സ്തോത്രം ചെയ്യുന്നു. അവിടുന്ന് അത്ഭുതം ചെയ്യും. ഈ വചനം ഓരോ മക്കൾക്ക് ഇതൊരു അനുഗ്രഹമായി തീരുവാ, ഓരോർക്കും വലിയ വിടുതലായി തീരുവാ. ഈ വചനം അത്ഭുതങ്ങൾ സംഭവിക്കത്തവണ ദൈവം പ്രവർത്തിക്കുന്നതിനായി സ്തോത്രം. സകല തടസ്സം മാറണം. ഈ വചനം അനേകർക്ക് മാനസാന്തരവും ദൈവ പ്രവർത്തിക്കുക, മുന്നോട്ട് പോകുക ഒരു വലിയൊരു പ്രയോജനമായി ദൈവമേ മുന്നോട്ട് ആത്മസാന്നിധ്യവും അവർ മേൽ പകരണമേ എന്ന് പ്രാർത്ഥിക്കുന്നു. യേശുവിന്റെ കൂടെയുണ്ട്. യേശു കൂടെ ഉള്ളതിനായി സ്തോത്രം. സകല ദൗത്യങ്ങളെ സമർപ്പിക്കുന്നു. സകല യേശു ക്രിസ്തു നാമത്തിൽ തന്നെ. ആമേൻ. ഗോഡ് ബ്ലെസ് യു. ആമേൻ.